अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഇരുപത്തിയേഴ് 10/2025 പ്രാതമുരളി. ഓം ശാന്തി. ബാപ്ദാദ മധുബൻ. ഇന്ന് ബാബ പറയുകയാണ്, മീഠെ ബच्चे, नाजुकपना भी देह अभिमान है। रूसना, रोना, ये सब आसुरी संस्कार तुम बच्चों में नहीं होने चाहिए। दुख सुख मान अपमान सब सहन करना है. പിന്നെ ബാബ പറയുകയാണ്, മധുര സന്താനമേ, നാജുക്പന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പലരും പറയാറുള്ളൊരു കാര്യമാവും, എനിക്കങ്ങനെ വലിയ കഴിവൊന്നുമില്ല അല്ലേ, എനിക്ക് വലിയ ശക്തിയൊന്നുമില്ല അല്ലേ, ഒരു ബലഹീനത നമ്മൾ സ്വയം നമുക്ക് കൽപ്പിച്ച് നൽകുന്ന ഒരു പരിപാടിയോ, എന്നെക്കൊണ്ട് അതൊന്നും പറ്റില്ല, അങ്ങനെ പറയില്ലേ. അതിനാണ് ഈ നാജുക്പന എന്ന് പറയുന്നത്. അതായത് പലതരത്തിലാണ് നമ്മളത് പറയുന്നത്. അതായത് ആ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു കഴിവില്ല എന്ന് നമ്മൾ തന്നെ പറയുക, എന്നിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തോട് നമ്മൾ അമിതമായിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുക അല്ലേ. അതിൽ പറഞ്ഞു വെച്ചാൽ ഒന്നിലെ പെട്ടെന്ന് ദേഹാഭിമാനം കാണിക്കും, അതല്ല നമ്മളൊരു എന്താ പറയുക, അഹങ്കാരം പോലെയോ അല്ലെങ്കിൽ അല്ലേ ഇത് കാണിക്കും, അല്ലെങ്കിൽ ഒരു ഈഗോ പോലെയൊക്കെ കാണിക്കും നമ്മൾ. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പിണങ്ങും അല്ലെങ്കിൽ ദേഷ്യപ്പെടും അല്ലേ. ഈ പ്രതികരിക്കുന്ന ആരാ? ശക്തി ഇല്ലാത്ത ആൾക്കാരാ. ശക്തിയുള്ളവരെന്ത് ചെയ്യും? പ്രതികരിക്കാനൊന്നും പോവില്ല അല്ലേ. കരയുക, പറയണം, ഇതൊക്കെ എന്താണ്? ആസുരീയ സംസ്കാരമാണ്. അപ്പോൾ ഈ നാജുക്പനായിട്ടുള്ള ആൾക്കാർ സാധാരണ ചെയ്യുന്ന ഇതൊക്കെ കാര്യങ്ങളാണ് അല്ലേ. വല്ലാത്ത ഒരു തരത്തിൽ അവർ
പ്രതികരിക്കും. ഇതൊക്കെ ആസുര്യ സംസ്കാരമാണ്. ബാബ പറയുകയാണ് കുട്ടികളിൽ ഇത് ഉണ്ടാകാൻ പാടില്ല. ദുഃഖം, സുഖം, മാനം, അപമാനം ഇതെല്ലാം സഹിക്കണം. ചോദ്യം, സർവീസ് में ढीलापन आने का मुख्य कारण क्या है? സേവനത്തിൽ ഡീലാപ്പൻ എന്ന് പറഞ്ഞാൽ എന്താ? ടൈറ്റല്ലാത്ത അവസ്ഥ, അതിനാണ് ഡീലാപ്പൻ എന്ന് പറഞ്ഞാൽ. എന്താ? ലൂസാകുന്നതിന് കാരണം അല്ലേ? അപ്പോൾ സേവനത്തിൽ നമ്മൾ ലൂസാകുന്നു, ഒരു മലയാളത്തിൽ പറഞ്ഞാൽ ഉഴപ്പ് അല്ലേ, അലസത, അതൊക്കെ കാണാനുള്ള മുഖ്യ കാരണം എന്താണെന്ന് ചോദിക്കുക. അതിൻ്റെ ഉത്തരം ബാബ പറയുകയാണ്, जब देहाभिमान के कारण एक दो की खामियां देखने लगते हैं तब सर्विस में ढीलापन आता है. ബാബ പറയുകയാണ്, നമ്മളുടെ ദേഹബോധം കാരണം നമ്മളത് ചെയ്യും, മറ്റുള്ളവരിലെ കുറവുകൾ കാണാനായിട്ട് ശ്രമിക്കും. അപ്പോഴാണ് സേവനം അയഞ്ഞു പോകുന്നത്. ആപ്പസ് മേ അൻബനി ഹോന ഭി ദേഹാഭിമാൻ ഹെ. ബാബ പറയുകയാണ്, അന്യോന്യം ചേർച്ചയില്ലാതെ വരിക, അതും എന്താണ്? ദേഹ അഭിമാനമാണ്. നമ്മൾ പലപ്പോഴും സെൻറ്ററിലൊക്കെ കണ്ടിട്ടില്ല, അവരുമായിട്ട് ചേരില്ല, ഇവരുമായിട്ട് ചേരില്ല, അല്ലെ ചിലരുമായിട്ട് ചേരില്ല അല്ലേ? മധുബൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? എത്ര വർഷമായിട്ടും അവർ തങ്ങളിലുള്ള ചേർച്ചക്കുറവിനൊരു കുഴപ്പമില്ല അല്ലേ? അവർ തങ്ങളിൽ നല്ല ചേർച്ചയാണ്. അതുകൊണ്ടാണല്ലോ സേവനം നടന്നു പോകുന്നത് വെച്ചാൽ. അപ്പോൾ എത്രയോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എത്രയോ പേര് സേവനം ചെയ്യുന്ന സ്ഥലം അല്ലേ? പക്ഷേ അവിടെ ഒരു കുഴപ്പം വരുന്നില്ല. കാരണം ആ ഒരു ആത്മബന്ധം നിലനിർത്തി തന്നെയാണ് ബാക്കി എല്ലാ സേവനവും നടന്നു പോകുന്നത്. അത് കാരണം ബന്ധങ്ങളിൽ പ്രശ്നം വരുന്നില്ല. പക്ഷേ സെൻട്രലിൽ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പേരേ ഉള്ളൂ, ആകെ 2 പേരും 4 പേരേ ഉണ്ടാവുള്ളൂ. പക്ഷേ അവർ തങ്ങളിൽ പലപ്പോഴും ഒരസലുണ്ടാകുന്നു. ബാബ പറഞ്ഞ അതിൻ്റെ കാരണം എന്താണ്? ദേഹ അഭിമാനമാണ് അതിൻ്റെ കാരണം. മേ ഫലാനയ്ക്ക് സാത്ത് നഹി ചൽ സക്ത. ചിലരെന്ത് പറയും? അവരുടെ കൂടെ എനിക്ക് സേവനം ചെയ്യാൻ പറ്റില്ല, അവർ ശരിയാവില്ല. മേ യഹാ നഹി രഹ സക്ത. ചിലരിനി അതും പറഞ്ഞു കളയും, ഈ സെൻറ്ററിൽ പറ്റില്ല അല്ലേ, വേറെ എവിടെയെങ്കിലും വേണമെങ്കിൽ നോക്കാം പറയും. ഈ സബ് നാച്ചുപ്പന ഹെ. ബാബറാണ് ഇതൊക്കെ നമ്മുടെ ബലഹീനതകളാണ്. ഈ ബോൽ മുഖസ് നിക്കാൽന മാന കാണ്ടെ ബന്ന നാ ഫർമാൻ ബർത്താർ ബന്ന. ബാബറാണ് ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അല്ലേ? നമ്മൾ മുള്ളായിട്ട് മാറുകയാണ്, പിന്നെയോ അനുസരണ ഇല്ലാത്തവരായിട്ട് മാറുകയാണ്. കാരണം ഇതൊന്നും പറയാനായിട്ട് നമുക്ക് അർഹതയില്ല. നമ്മൾ ആദ്യം എന്താ പറഞ്ഞേ? ബാബ നീ എവിടെ കിടത്തുന്നു അല്ലേ, എന്ത് ചെയ്യിക്കുന്നു, എന്ത് തരുന്നു, ഞാനതെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഡേ 1 തൊട്ട് നമ്മൾ കണ്ടീഷൻ എഴുതി അങ്ങോട്ട് ബാബയ്ക്ക് കൊടുക്കാൻ തുടങ്ങും അല്ലേ? ആദ്യം പറഞ്ഞ ഇതൊക്കെയാണ്, ഞാൻ സറണ്ടർ ആകുക എന്നല്ലെങ്കിൽ അല്ലേ സേവനത്തിന് വരിക എന്ന് പറയുമ്പോൾ ബാബ നീ എന്താണോ പറയുന്നത് അതെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വരിക. പിന്നെ അങ്ങോട്ട് പിന്നെ അത് ആ ഒറ്റ പറച്ചിൽ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഡെയിലി പറയും, ആ സെൻറ്റർ ബാബ ശരിയല്ല അല്ലേ, അവിടെ ശരിയല്ല, ആ സിസ്റ്റർ ശരിയല്ല അല്ലേ, അവരുമായിട്ട് സേവനം ചെയ്താൽ ശരിയാവില്ല അല്ലേ, ഇങ്ങനെ ഓരോ കാര്യം. ബാബ കാത്തെ ബച്ചേ തും രുഹാനി മിലിറ്ററി ഹോ. ബാബ പറയുകയാണ്, നിങ്ങൾ ആത്മീയ മിലിറ്ററിയാണ്. അപ്പോൾ മിലിറ്ററിയുടെ പരിപാടി എന്താ? ഇസ്ലിയെ ഓർഡർ ഹുവാ തോ ഫോറൻ ഹാജിർ ഹോനാ ചെയ്യേ. അതുകൊണ്ട് എന്താ? ഓർഡർ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഹാജരാകണം. കൊയ് ഭി ബാത് മേ ആനാകാനി മത് കരോ. ബാബ പറയാണ്, ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്ക് അവിടെ ആനാകാനി എന്ന് പറയുന്നത് എന്താ? എന്തെങ്കിലും ഒരു ഉദാഹരണം കൊണ്ട് വരും, അല്ല അത് കാരണം പറ്റില്ല അല്ലേ, ഒന്നുകിൽ അമ്മ മരിച്ചുപോയി, അല്ല അച്ഛൻ മരിച്ചുപോയി, അല്ല അച്ഛന് സുഖമില്ല, അല്ല അമ്മയ്ക്ക് സുഖമില്ല. അത് ഇങ്ങനെ ഒഴിവുകഴിവുകൾ കണ്ടെത്തുന്നതിൽ ഇവർ ബിരുദരായിരിക്കും. അപ്പോൾ ഇതൊക്കെ ബാബ മോളിൽ ഇരുന്നുകൊണ്ട് കാണുന്നുണ്ട് അല്ലേ. ബാബ പറയുകയാണ്, ഈ പരിപാടി ഒന്നും നടക്കില്ല, കാരണം നിങ്ങൾ ആത്മീയ മിലിറ്ററിയാണ്. അപ്പോൾ മിലിറ്ററിയുടെ ജോലി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എത്തുക എന്നുള്ളതാണ്. ഓം ശാന്തി. रूहानी बाप बैठ रूहानी बच्चों को समझाते हैं, बच्चों को पहले ये शिक्षा मिलती है कि अपने को आत्मा निश्चय करो. അപ്പോൾ ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. കുട്ടികൾക്ക് ആദ്യം കിട്ടുന്ന പഠിപ്പ് അതെന്താണ്? സ്വയം ആത്മാവാണെന്ന് നിശ്ചയിക്കും. ദേഹാഭിമാൻ छोड़ देही अभिमानी बनना है, हम आत्मा है देही अभिमानी बने तभी बाप को याद कर सकें. ബാബ പറയുകയാണ്, ദേഹ അഭിമാനം ഉപേക്ഷിച്ചിട്ട് ദേഹി അഭിമാനികളായിട്ട് നമ്മൾ മാറണം. നമ്മൾ ആത്മാക്കളാണ്. ദേഹി അഭിമാനികളായാൽ മാത്രമേ നമുക്ക് അച്ഛനെ ഓർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വോഹെ അജ്ഞാൻ കാൽ യഹെ ജ്ഞാൻ കാൽ. ബാബ പറയുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന സമയം അജ്ഞാനകാലമാണ്, ഇത് ജ്ഞാനം ലഭിച്ചതിന് ശേഷമുള്ള കാലമാണ്. ജ്ഞാൻ തോ ഏക് ഹി ബാപ്പ് ദേത്തെ ഹെ തോ
सर्व की सदगति करते हैं और वो है निराकार अर्थ उनका कोई मनुष्य आकार नहीं है. പറയുന്നത് ജ്ഞാനം തരുന്നത് ഒരേ ഒരു അച്ഛനാണ് അല്ലേ. ആ അച്ഛൻ എന്താ ചെയ്യുന്നത്? നമുക്കെല്ലാവർക്കും സദ്ഗതി തരികയാണ് ചെയ്യുന്നത്, സർവരെയും സദ്ഗതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആ അച്ഛനാണെങ്കിലോ നിരാകാരനാണ് അല്ലേ. ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ആകാരവും ആ അച്ഛനില്ല. ജിസ്കോ മനുഷ്യ का आकार है उनको भगवान नहीं कह सकते. अब ആത്മാവും तो सब നിരാകാരി ही है. ബാബ പറയുകയാണ് മനുഷ്യൻ്റെ ആകാരമുള്ള ആരെയും ആരെന്ന് പറയാൻ പറ്റില്ല, ഭഗവാൻ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ബാബ പറയുകയാണ് എല്ലാ ആത്മാക്കളും നിരാകാരികൾ തന്നെയാണ്. ബാബ മാത്രമല്ല, ബാബയും നിരാകാരിയാണ്, നമ്മൾ ഓരോ ആത്മാക്കളും നിരാകാരികളാണ്. പരന്തു ദേഹാഭിമാൻ മേ ആനെ സേ അപ്നെ കോ ആത്മാ ഭൂൽ ഗയേ ഹം. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ദേഹബോധത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഈ അഭിമാനം എന്നുള്ള വാക്കിന് ഹിന്ദിയിൽ പലയിടത്തും അർത്ഥം വ്യത്യാസമാണ്. നമ്മുടെ മലയാളത്തിലെ അഭിമാനം അല്ലത്. അത് ചിലയിടത്ത് ബോധം എന്നും വരും, ചിലയിടത്ത് അഹങ്കാരം എന്നും വരും. ഈ രണ്ടർത്ഥവും മാറി മാറി വരും. അത് നമ്മൾ യുക്തി അനുസരിച്ച് ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ ദേഹബോധം എന്നുള്ള ഇതിലേക്ക് വരികയാണ്. പക്ഷേ കാരണം ഇവിടെ അഭിമാനം എന്ന് പറയുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് വാക്കായിട്ടാണ് മലയാളത്തിൽ കണക്കാക്കുന്നത്. പക്ഷേ അവിടുത്തെ അഭിമാനം പോസിറ്റീവ് അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം അത് ചിലപ്പോൾ. കാരണം എന്താ, ഈ വാക്കുകൾ നമുക്കറിയാവുന്ന ഒരു അർത്ഥത്തിലേ നമ്മുടെ തലച്ചോറിലോട്ട് കയറുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പല വാക്കുകളും നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാവുന്ന ഒരു മീനിങ് ഉണ്ടല്ലോ. ഇപ്പം പലപ്പോഴും മുരളിലൊക്കെ മുഖുസയ്ക്കാ പോലെ എന്നൊക്കെ ചോദിക്കും. അതെന്താ നമ്മൾ പറയും മുഖത്തുനിന്ന് എന്താ പറഞ്ഞത്? മുഖത്തുനിന്നല്ല, നാവ് കൊണ്ട് ഉച്ചരിച്ച കാര്യമാണ് പറഞ്ഞത്. കാരണം ഹിന്ദിയിൽ മൂന്ന് പറയുന്നത് ഏതാ? വായാണ്. അപ്പോൾ ഹിന്ദിയിൽ അങ്ങനെയാണ് പറയുക. അപ്പം ശരിക്കും നാവ് കൊണ്ട് ഉച്ചരിച്ച കാര്യം പറയുമ്പോൾ നമ്മളത് മുഖം എന്ന് പറയുമ്പോൾ എന്താവുമെന്നറിയോ? ഈ സാധനം അകത്ത് കയറില്ല. കാരണം മുഖം കൊണ്ട് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. മുഖം പറയാനുള്ള സാധനമാണോ? അല്ല, മനസ്സിലായി. കാരണം മുഖത്ത് മറ്റേന്ദ്രിയങ്ങളും കൂടെ ഉണ്ട്, കണ്ണും മൂക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടൊന്നും അതും പറയാൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സാധനം അകത്ത് കിടക്കുന്ന കാരണം ഇത് റിജക്റ്റ് ചെയ്യും. ഇതൊന്ന് ഇങ്ങനെ ചെറിയ കൊച്ചു കാര്യം നമ്മൾ വായിച്ചാലും മുരളി അതുകൊണ്ട് നമ്മൾ മറന്നു പോണേ. മുരളി ഏറ്റവും എളുപ്പം മറക്കുന്ന സാധനം മുരളിയാണല്ലോ. അത് മറക്കാൻ കാരണം ഇതുകൊണ്ടാണ്. കാരണം ഈ സാധനം അകത്ത് റെക്കോർഡ് ചെയ്യില്ല. കാരണം നമുക്ക് നേരത്തെ ഉള്ള അതിന് ഈക്വലൻ്റ് വാക്ക് നേരത്തെ കിടക്കുന്നത് വേറെ സാധനമാണ്. അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യാത്ത കാരണം റിജക്റ്റ് ചെയ്യപ്പെടും. അത് ഭാഷയിലുള്ള പ്രശ്നമാണ്. അത് നമ്മൾ മറ്റു ഭാഷയിലോട്ടൊരു സാധനം വായിക്കുമ്പോൾ, കാരണം ഏത് ഭാഷയിലോട്ട് നമ്മൾ ഒരു കാര്യം കേട്ടാലും നമ്മുടെ മാതൃഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തിരിച്ചതുപോലെ തന്നെ ഇപ്പോൾ പ്രിയാഭവൻ ഇംഗ്ലീഷ് പറയുമ്പോഴത്തേക്ക് എങ്ങനെ പറയുക? മലയാളത്തിന് ഇംഗ്ലീഷിലാക്കിയേ പറയാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ കന്നഡയെ ഇംഗ്ലീഷിലാക്കിയേ പറയാൻ പറ്റുള്ളൂ. ആ രീതിയിലേ പറ്റുള്ളൂ. അതങ്ങനെയാണ് അകത്ത്. കാരണം നമ്മുടെ അകത്ത് അങ്ങനെയേ വരുള്ളൂ. അല്ലാണ്ട് നേരിട്ട് ഇംഗ്ലീഷിലോട്ട് നമുക്ക് അല്ലെങ്കിൽ ഹിന്ദിയിലോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ട്രാൻസ്ലേഷൻ അകത്ത് നടക്കുന്നുണ്ട്. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അകത്തിരിപ്പുണ്ട്. അപ്പോൾ അവനിത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. അപ്പോൾ അവിടെ നമുക്ക് നേരത്തെ വാക്കുകൾ കിടപ്പുണ്ടെങ്കിൽ ആ വാക്ക് അവൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമായിരിക്കില്ല അകത്തോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ബാബ പറയുകയാണ്, അപ്പോൾ നമ്മളെല്ലാവരും നിരാകാരരാണ്. പക്ഷേ എന്ത് പറ്റി? ദേഹബോധം വരുന്നത് കാരണം നമ്മളെ ആത്മാവാണെന്ന് മറന്നുപോയി. अब बाप कहते हैं तुमको वापस जाना है. അപ്പം അച്ഛൻ പറയുകയാണ്, മക്കളെ നിങ്ങൾക്ക് തിരിച്ചു പോകണം. अपने को आत्मा समझो, आत्मा समझ बाप को याद करो, तब जन्म जन्मांतर के पाप भस्म हो और कोई उपाय नहीं. അപ്പോൾ ബാബ പറയുകയാണ്, തിരിച്ചു പോകണം. എന്ത് ചെയ്യണം? ശരീരം കൊണ്ട് പോകാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കാരണം അവിടെ ശരീരമൊന്നും എടുക്കില്ല അല്ലേ. അത് ഇവിടുത്തെ കാരണമാണ്. അപ്പോൾ ബാബ പറയുകയാണ്, നമ്മളെന്ത് ചെയ്യണം? സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. എന്നിട്ട് ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർക്കൂ. അപ്പോൾ മാത്രമേ ജന്മാന്തരമായിട്ടുള്ള പാപങ്ങൾ ഭസ്മമാകുകയുള്ളൂ. ഇതിന് വേറെ ഉപായമൊന്നും ഇല്ല. ആത്മാഹി പതിത് ആത്മാഹി പാവൻ ബൻതി ഹെ. ആത്മാവ് തന്നെയാണ് പതിതമായത്, ആത്മാവ് തന്നെയാണ് അല്ലേ പാവനമാകുന്നത്. ബാപ്നെ സംഛായ ഹെ പാവൻ ആത്മായ ഹെ സത്യുഗ് ത്രേതാമേ പതിത് ആത്മാ ഫിർ രാവൺ രാജ്യമേ ബൻതി ഹെ. അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, പവിത്ര ആത്മാക്കളുള്ളത് എവിടെയാണ്? സത്യത്രേതായുഗത്തിലാണ്. പതിത ആത്മാവ് പിന്നെ രാവണ രാജ്യത്തിലേക്കാണ് വരുന്നത്. ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കും. सीढ़ी में भी समझाया है जो पावन थे वो पतित बने हैं. ബാബ പറയുകയാണ് അല്ലേ, ഈ പടിക്കെട്ടിൻ്റെ ചിത്രം, ഏണിപ്പടിയുടെ ചിത്രം ഉണ്ടല്ലോ, അതിലും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞ് മനസ്സിലാക്കിയത്? ആരാണോ പവിത്രരായിരുന്നത് അവരാണ് പിന്നെ അപവിത്രരായിട്ട് മാറിയത്. 5000 വർഷ പഹലെ തും സബ് ആത്മായേം ശാന്തിധാമേ പാവൻ ഥി. 5000 വർഷം മുമ്പ് നമ്മളെല്ലാവരും ശാന്തിധാമിൽ
എങ്ങനെയായിരുന്നു? പവിത്രരായിരുന്നു. അപ്പം നമ്മുടെ ഒറിജിനൽ സ്വരൂപം പവിത്രതയുടെയാണ്. പിന്നെ പതുക്കെ 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 താഴോട്ട് വന്നപ്പോഴത്തേക്ക് അപവിത്രരായിട്ട് മാറി. ഒരുപാട് വേണ്ട വെച്ചാൽ ജലദോഷമുള്ളതുകൊണ്ട് ചിലപ്പോൾ ഉസ്കോ കഹാ ഹി ജാത്താ ഹെ നിർവാൺ ധാം. ബാബ പറയണം അതിനെ നമ്മൾ പറയുന്നത് നിർവാണധാമം എന്നാണ്, അല്ലേ? എന്തിനാ നിർവാണധാമം എന്ന് പറയാ? ശാന്തിധാമത്തെയാണ് നിർവാണധാമം എന്ന് പറയാം. ബാബ പറയുകയാണ് ഫിർ കലിയുഗ് മേ പതിത് ബനത്തെ ഹേ തബ് ചില്ലാത്തെ ഹേ ഹേ പതിത് പാവനാവോ. ബാബ പറയുകയാണ് അങ്ങനെ നമ്മൾ പിന്നെ കലിയുഗത്തിൽ വരുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറി? പതിതമായിട്ട് മാറി. അപ്പോഴാണ് നമ്മൾ നിലവിളിക്കാൻ തുടങ്ങുന്നത്, അല്ലേ? അതുവരെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. സത്യത്രേതായുഗത്തിൽ നമ്മൾ ബാബയെ തിരിഞ്ഞു പോലും നോക്കില്ല, അല്ലേ? നോക്കൂ, ഇല്ല, നമ്മൾ ഓർക്കുക പോലും ഇല്ല. അത് കഴിഞ്ഞ് ഈ കലിയുഗത്തിലാണ് ഈ നിലവിളികളൊക്കെ തുടങ്ങുന്നത്. ഹേ പതിത് പാവനാവോ. എന്താ നമ്മൾ ബാബയോട് പറയുന്നത്? അല്ലയോ പതിത പാവന വരൂ എന്ന് പറയും. ബാബ സംചാത്തെ ഹേ ബच्चे मैं जो तुमको ज्ञान दे रहा हूँ पतित से पावन होने का वो सिर्फ मैं ही देता हूँ जो फिर प्रायलोक हो जाता है. അപ്പോൾ ബാബ പറയുകയാണ്, മക്കളെ, ഞാൻ എന്ത് ജ്ഞാനമാണോ നിങ്ങൾക്ക് തരുന്നത്, എന്തിനുള്ള ജ്ഞാനം? പതിതരിൽ നിന്നും പാവനമാകാനുള്ള ജ്ഞാനം. ഞാൻ എന്താണോ നിങ്ങൾക്ക് തരുന്നത് അത് എനിക്ക് മാത്രമേ തരാൻ സാധിക്കുള്ളൂ. പക്ഷേ അത് പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ എന്താവും? അത് പ്രായലോപമായിട്ട് പോവുകയും ചെയ്യും. बाप को ही आकर सुनाना पड़ता है. यहाँ मनुष्यों ने अथाह शास्त्र बनाए हैं. सत्युग में कोई शास्त्र होता ही नहीं. ബാബ പറയുകയാണ്, അച്ഛന് മാത്രമേ ഇത് വന്നിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. ഇവിടെ മനുഷ്യർ അളവറ്റ ശാസ്ത്രങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. സത്യുഗത്തിലാണെങ്കിലോ ഈ ശാസ്ത്രങ്ങളൊന്നുമില്ല. വഹാം ഭക്തി മാർഗ് റിഞ്ചക് ഭി നഹീം. ബാബ പറയാണ്, ഒരു തരി പോലും ഭക്തി അവിടെ ഇല്ല. ഇപ്പം ചിലരൊക്കെ വിചാരിക്കും സത്യുഗത്തിലും എന്തെങ്കിലുമൊക്കെ ക്ഷേത്രം ഉണ്ടാവും, അല്ലേ? കുറച്ചൊക്കെ ഭക്തി ഉണ്ടാവും വിചാരിക്കും. ബാബ പറയണം, ഒരു തരി പോലും ഭക്തി അവിടെ ഇല്ല. അഭി ബാബ് कहते हैं तुम मेरे द्वारा ही पतित से पावन बन सकते हो. ഇന്ന് മുരളിക്ക് പ്രത്യേകത എന്താ അറിയോ? ശ്രദ്ധിച്ചോന്നറിയില്ല. എല്ലാം ബാപ്പ് कहते हैं ബാപ്പ് कहते എന്ന് പറയാം. ബാബ രണ്ട് തരത്തിലും പറയും. ഒന്ന് ബാപ്പ് എന്നും പറഞ്ഞ് തന്നെ പറയും, പിന്നെ ബാബ എന്നും പറഞ്ഞ് പറയും. എന്താ നിങ്ങൾ വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അച്ഛനാന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? നമ്മൾ ചിലപ്പോൾ നമ്മുടെ നമ്മുടെ അച്ഛൻ ചിലപ്പോൾ നമ്മളോട് പറയില്ല, ഞാൻ നിൻ്റെ അച്ഛനാ പറയണമെന്ന്. എൻ്റെ അർത്ഥം എന്താ? അത് ചെയ്യണം. മനസ്സിലായോ? മറ്റേ ബാബ എന്നും പറഞ്ഞ് പറയുമ്പോഴത്തേക്ക് കുറച്ച് മാർജിനുണ്ട്, മനസ്സിലായോ? കുറച്ച് ലാളനയോടെ പറയുന്ന സാധനമാണ്. ചെയ്താൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. മറ്റേതിനകത്ത് മാർജിനില്ല, മനസ്സിലായോ? ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ബാപ്പ് എന്ന് എടുത്തെടുത്ത് പറയുകയാണ്. അതായത് അതെല്ലാം ശ്രീമത്താണ്, നമുക്ക് ചെയ്തേ പറ്റൂ, അല്ലേ? നോ എക്സ്ക്യൂസ്. അതാണ് ശ്രദ്ധിക്കുക. ബാബ ഇങ്ങനെ നമ്മളെല്ലാം ബാബ വന്ന് വായിക്കും, പക്ഷേ മുരളിക്കകത്ത് ഈ രണ്ട് ശബ്ദവും മാറി മാറി വരും. ബാപ്പെന്ന് എവിടെല്ലാം എടുത്ത് പറയുന്നുണ്ടോ അവിടെ നോക്കിക്കോളൂ. അതിനോട് കണക്ട് ചെയ്ത് വരുന്ന സാധനം യു ഹാവ് ടു ഡു ഇറ്റ്. അവിടെ നോ എക്സ്ക്യൂസ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇന്ന് കാണുന്ന കൂടുതലും എന്താ? ബാപ്പെന്ന് എടുത്തെടുത്ത് ബാബ പറയുകയാണ്. അഭി ബാപ്പ് कहते हैं तुम मेरे द्वारा ही पतित से पावन बन सकते हैं. അച്ഛൻ പറയുകയാണ്, എന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് പാവനമാകാൻ സാധിക്കുള്ളൂ. പാവൻ ദുനിയ ജരൂർ ബന്നി ഹി ഹെ मैं तो बच्चों को ही आकर राजयोग सिखाता हूँ. പവിത്ര ലോകം തീർച്ചയായിട്ടും ഉണ്ടാകുക തന്നെ ചെയ്യും. ഞാനാണെങ്കിലോ കുട്ടികളെ വന്നിട്ട് രാജയോഗം പഠിപ്പിക്കുകയാണ്. ദേവി ഗുൺ ഭി ധാരൺ കർണേ ഹെ രൂസ്ന രോന ഏ സബ് ആസുരി സ്വഭാവ ഹെ. ബാബ പറയുകയാണ്, അതുപോലെ നിങ്ങൾ ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. പിണങ്ങുക, കരയുക, ഇതൊക്കെ ആസുരിയ സ്വഭാവമാണ്. ബാപ്പ് कहते हैं സുഖ് ദുഃഖ് മാൻ അപമാൻ സബ് ബച്ചോങ്കോ സഹൻ കർണ ഹെ. അച്ഛൻ പറയുകയാണ്, സുഖവും ദുഃഖവും മാനവും അപമാനവും എല്ലാം കുട്ടികൾക്ക് സഹിക്കണം. നാജുക്പന നഹി, ബലഹീനത പറ്റില്ല. മൈ ഫലാനെ, ആ വാക്കുകൾ നോക്കിക്കോളൂ, അത് കറക്റ്റ് കട്ട് ചെയ്ത് പറയുകയാണ്. നാജുക്പന നഹി, മനസ്സിലായി? പറ്റില്ല, മനസ്സിലായോ? മറ്റേതിൽ കുറച്ചുകൂടെ ഒരു ഇളവിട്ടേ പറയുള്ളൂ. അത് പറയും നാജുക്പന ചനയെ വെച്ച് എന്നൊക്കെ പറഞ്ഞാൽ മറ്റിലോട്ട് അങ്ങനെ നീട്ടി പറയും. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ കട്ട് ചെയ്ത് പറയും, ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു കളയും. അതാണ് ബാപ്പെന്ന് പറയുമ്പം വ്യത്യാസം വരുന്നത്. നാജുക്പന നഹി മൈ ഫലാനി സ്ഥാൻ പർ നഹി രഖ് സക്തി ഹൂ യേ ഭി നാജുക്പന ഹെ. ബാബ പറയണം, നമ്മൾ ചിലപ്പോൾ പറയും
എന്താ, എനിക്ക് ഇന്ന സെൻറ്ററിൽ അല്ലേ അത് അവിടെ കഴിയാൻ പറ്റില്ല, അവിടെ ശരിയാവില്ല അല്ലേ നമ്മൾ പറയുന്ന കാര്യം. ബാബ പറയാണ് ഇതും നിങ്ങളുടെ ബലഹീനതയാണ്. ഇൻക സ്വഭാവ് ഐസാ ഹെ, യെ ഐസാ ഹെ, വൈസാ ഹെ, യെ കുച്ച് ഭീ രഹന നഹി ചഹിയേ അല്ലേ. അവരുടെ സ്വഭാവം അങ്ങനെയാണ്, ഇങ്ങനെയാണ് അല്ലേ. ബാബ പറയാണ് ഇതൊന്നും നടക്കില്ല അവിടെ അല്ലേ. ഇതിനൊന്നുമാണോ നമ്മളിങ്ങോട്ട് വന്നത്? അല്ല. അപ്പോൾ ബാബ പറയാണ് ഇതൊന്നും പാടില്ല. മുഖ്സെ സദൈവ് ഫൂൽ ഹി നിക്കലേ കാണ്ടാ നഹി നിക്കൽന ചഹിയേ. നമ്മുടെ നാവിൽ നിന്നും എന്തേ വരാവുള്ളൂ? ഇവിടെ കണ്ടില്ലേ മുഖുസെ കവി എന്ന് പറഞ്ഞു അല്ലേ. മുഖത്തിൽ നിന്ന് വരുമോ? വരില്ല. നമ്മുടെ നാവിൽ നിന്ന് സദാ പുഷ്പങ്ങൾ മാത്രമേ, അതായത് മധുരമായ വാക്കുകൾ മാത്രമേ വരാൻ പാടുള്ളൂ. കാണ്ടാ നഹി നിക്കൽന ചഹിയേ. എന്ത് വരാൻ പാടില്ല? മുള്ളുകൾ, അതായത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ വരാൻ പാടില്ല. കിത്നി ബച്ചോങ്കി മുഖുസെ കാണ്ടേ ബഹുത് നിക്കൽത്തെ ഹെ. ബാബ പറയണം നോക്കൂ എത്ര കുട്ടികളാണ് അല്ലേ ഇതുപോലെ മോശമായ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുന്ന ശബ്ദങ്ങൾ പറയുന്നത്. കിസ്കോ ഗുസ്സ കർണ ഭി കാണ്ടാ ഹെ, ഏക് ദോ മെ ബച്ചോങ്കി അൻബനി ബഹുത് ഹോത്തി ഹെ. ബാബ പറയാണ് അച്ഛൻ അവിടെ നിന്ന് എല്ലാ കഥയും കാണുന്നുണ്ട് അല്ലേ. എന്താ പറയണേ? ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതും മുള്ളാകുന്ന കാര്യമാണ്. ബാബ പറയാണ് ഇനി അന്യോന്യം കുട്ടികൾ ചിലർ തങ്ങളിൽ ചേർച്ചക്കുറവുണ്ടാവും അല്ലേ. അവരുമായിട്ട് ചേർന്ന് പറ്റില്ല, ഇവരുമായിട്ട് ചേർന്ന് പറ്റില്ല. ബാബറാണ് അങ്ങനെ കുട്ടികൾ തമ്മിൽ ചേർച്ചക്കുറവുണ്ട്. ദേഹ് അഭിമാൻ ഹോനെ കാരണം ഏക് ദോ की कमी हम देखते हैं खुद में अनेक प्रकार की खामियां रह जाती है, इसलिए फिर സർവീസ് ढीली पड़ जाती है. ബാബ പറയുകയാണ് ദേഹബോധത്തിലേക്ക് വരുന്നത് കാരണം എന്താ? നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ കാണാൻ തുടങ്ങും അല്ലേ. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഉള്ളിൽ അനേക കുറവുകൾ ഉണ്ടാകും. ഇതൊരു സൈക്കോളജിയിലൊരു സൂത്രമാണിത്. എന്താ അറിയോ? ഇപ്പം നിങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് കൂട്ടുക. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ സുവർണക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ, സുവർണക്ഷേത്രം എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് ആ പോയ പിക്ചർ വരും ആണല്ലോ. നമ്മുടെ ഉള്ളിൽ ഇമേജ് മാത്രമല്ലേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, വാക്കുകൾ സ്റ്റോർ ചെയ്യില്ലല്ലോ, അതറിയാമല്ലോ അല്ലേ. അപ്പോൾ സുവർണക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ സുവർണക്ഷേത്രം നമ്മുടെ പെട്ടെന്ന് വരും. പോകാത്തവരോ എവിടെയെങ്കിലും കണ്ട പടം കണ്ടിട്ടുണ്ടെങ്കിലും ഉണ്ടാവും, അതല്ല അതിനപ്പുറത്തോട്ടൊന്നും അവർക്ക് വരില്ല. മറ്റേത് ക്ലിയറായിട്ട് ഇപ്പം ചാലാട് വന്നിട്ടുള്ള ഒരാൾക്ക് ചാലാട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അല്ലേ, ക്ലാസ് എവിടെ ഇരിക്കുന്നു മറ്റേ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പം നമ്മുടെ അടുക്കളയുടെ കാര്യം പറയാം, നമുക്ക് ഉടനെ നമ്മുടെ മനസ്സിലേക്ക് അടുക്കളയുടെ എല്ലാ പിക്ചറും വരും. അപ്പോൾ അറിയാവുന്ന കാര്യം മാത്രമേ നമ്മളുടെ ഇതിൽ റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആ സാധനം അവിടെ വെച്ചുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നമ്മൾ വേറൊരാളിൽ എങ്ങനെ കുറവ് കാണുന്നത്? നമ്മുടെ ഉള്ളിൽ ആ കുറവ് കൃത്യമായിട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരുടെ ഉള്ളിൽ ആ കുറവ് നമ്മൾ കാണുന്നത്. അതല്ലെങ്കിലോ നമ്മുടെ ഉള്ളിൽ ആ കുറവിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കുറവുണ്ടെങ്കിലും അത് കുറവാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കുറവുണ്ടെന്ന് കൂട്ടിക്കോളൂ, പക്ഷെ കുറവാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എങ്ങനെ പറ്റുമെന്ന് പറയാം? നമ്മുടെ കയ്യിൽ ഇൻഫർമേഷൻ ഇല്ലല്ലോ. മനസ്സിലായി പറയുന്നത്? അപ്പോൾ ആരിലെങ്കിലും എന്തെങ്കിലും കുറവ് കണ്ടാൽ അപ്പം മനസ്സിലാക്കിക്കോളണം ഈ സാധനം എവിടെ കിടപ്പുണ്ട്? നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ കഷ്ടം. അപ്പോൾ അതാ ബാബ ഇതാണ് ബാബ ഒറ്റ വരിയിൽ ഒതുക്കി കളഞ്ഞു. എന്ത് പറഞ്ഞു ബാബ? ദേഹാഭിമാൻ ഹോനെ കാരൺ ഏക് ദോ की खामियां देखते खुद में अनेक प्रकार के खामियां रह जाती है. അപ്പോൾ ഇതൊക്കെ എവിടെ നിൽക്കുന്നു? നമ്മുടെ ഉള്ളിൽ നിൽക്കുക. ഈ സാധനം മുഴുവൻ ഈ കാണുന്ന കാരണവും ആരിൽ എന്തെല്ലാം കുറവ് കാണുന്നോ ഈ സാധനമൊക്കെ എവിടെ നിൽക്കുന്നു? നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നു. ഇസ്ലിയെ ഫിർ സർവീസ് ഡീലി പഠിച്ചാത്തേ. അപ്പോൾ എന്ത് പറ്റും? അത് സേവനത്തെ ബാധിക്കുന്നു അല്ലേ. സേവനം ഉഴപ്പിയായിട്ട് മാറുന്നു. ബാബ സമജ്തേ ഹേ യേ ഭി ഡ്രാമ അനുസാർ ഹോത്താ ഹേ. ബാബ പറയാണ് പുള്ളിക്ക് പിന്നെ പരാതിയൊന്നുമില്ലല്ലോ. എന്ത് പറയുന്നു? ഇതും ഞാൻ തന്നെ എഴുതി വച്ചിരിക്കുന്ന സാധനമാണ്, കുഴപ്പമില്ല, നടക്കട്ടെ അല്ലേ. സുധർണ ഭി ഹോ ഹേ. ബാബ പറയാണ് എന്തർത്ഥം? നേരെയാകും, കാരണം അത് ഞാൻ എഴുതി വച്ചിട്ടുണ്ട് അല്ലേ. ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്, ഇത് നേരെയാകണ കാര്യവും ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. मिलिट्री के लोग जब लड़ाई में जाते हैं तो उनका काम ही है दुश्मन से लड़ना. ബാബ പറയാണ് മിലിറ്ററിക്കാർ യുദ്ധത്തിന് പോകുമ്പോഴത്തേക്ക് അവരുടെ ജോലി എന്താ? ശത്രുക്കളോട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ഫ്ലഡ്സ് ഹോത്തി ഹേ വ കുച്ച് ഹംഗാമ ഹോത്താ ഹേ तो भी बहुत मिलिट्री को बुलाते हैं അല്ലേ. വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുമ്പോഴോ അതുപോലെ എന്തെങ്കിലും അതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും മിലിറ്ററിക്കാരെയൊക്കെ വിളിക്കാറുണ്ട്. फिर मिलिट्री के लोग മസ്ദൂരോ ആദി ക കാം ഭി കർണേ ലഗ് പഡ്താ ഹെ. ബാബ പറയണ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ മിലിറ്ററിക്കാർക്ക് ഈ ലേബറിൻ്റെ ജോലി പോലും ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കമുള്ള സ്ഥലത്ത് വിളിക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലേ, ചിലപ്പോൾ ഇത്രയൊക്കെ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടായിരിക്കും ഇവർ അല്ലേ, ഓരോരുത്തരെ രക്ഷിക്കാനൊക്കെ ആയിട്ട് ചെയ്യുന്നത്. കാരണം അവർ യൂണിഫോമിലൊക്കെ ആണെങ്കിൽ പോലും
അല്ലേ? അതൊക്കെ ചെയ്യേണ്ടി വരും അവർക്ക്. അല്ലാണ്ട് ഞാനപ്പോൾ ഓഫീസറാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ചെളി വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ജോലി ചെയ്യേണ്ടി വരും. പറയാണ്, എൻ്റെ ഒരു കസിന് കേണലായിരുന്നു. അദ്ദേഹം ഇതുപോലെ പറഞ്ഞു, ഒരിക്കലും തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴത്തേക്ക് അവിടെ ഇവരുടെ ഗ്രൂപ്പിനെ സേവയ്ക്ക് ഇട്ടു. അവർ രാവിലെ തൊട്ടേ ഇങ്ങനെ സേവ ചെയ്ത് രാത്രി 2 മണി വരെ സേവ ചെയ്തിട്ട് തിരിച്ച് ബാരക്കിലേക്ക് വന്നപ്പോഴത്തേക്ക് അടുത്ത ഏതൊരു സ്ഥലത്തോട്ട് പെട്ടെന്ന് രാവിലെ തന്നെ പാക്ക് ചെയ്ത് 5 മണിക്ക് പൊക്കോളാനായിട്ട് പറയാം. മാറിയിട യൂണിഫോം പോലും ഞങ്ങളുടെ ഇല്ല. കാരണം മൊത്തം വേഷവും നനഞ്ഞു പോയി. വെള്ളപ്പൊക്കമായിരുന്നല്ലോ. അവിടെ ഇറങ്ങി സേവനം ചെയ്ത്. അപ്പം ഞാൻ അവരുടെ 20 പേരുടെ ട്രൂപ്പുണ്ട്. അപ്പോൾ എന്തവരോട് പറയുന്ന പോലും എനിക്കറിയില്ല. പക്ഷേ വെച്ചാൽ വി ഹാവ് ടു ഫോളോ ദാറ്റ്. കാരണം 5 മണിക്ക് ഫ്ലൈറ്റ് അടുത്ത് റെഡിയാവുമെന്ന് പറഞ്ഞു വെച്ചാൽ അപ്പോഴത്തേക്ക് വീണ്ടും റെഡിയാണ്. ഇതാണ് മിലിറ്ററിയുടെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതാ ബാബ പറഞ്ഞു തരും നമുക്ക്. അപ്പോൾ ലേബർ പണിയൊക്കെ ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഞാൻ കേണലാണെന്നും പറഞ്ഞിട്ട് അവിടെ ഒരു കാര്യം നടക്കില്ല. ഗവൺമെൻറ് മിലിറ്ററിക്ക് ഓർഡർ കർത്തി ഹേ ഈ മിഠി സാരി ഭരോ, അല്ലേ? ഗവൺമെൻറ് മിലിറ്ററിക്ക് ഓർഡർ കൊടുക്കും, എന്താ ഈ മണ്ണൊക്കെ വാരി നിറയ്ക്കൂ, അല്ലെ അവിടെ നിന്ന് മാറ്റൂ, ഇതൊക്കെ പറയും. अगर कोई ना आया तो गोली के मुँह में गवर्नमेंट का ऑर्डर मानना ही पड़े. ബാബ പറയാണ്, വന്നില്ല എന്നുണ്ടെങ്കിലോ, അല്ലേ, ചിലപ്പം വെടികൊള്ളേണ്ടി. പൊന്തിച്ച് മാറ്റേണ്ടി വന്നു, അല്ലേ? ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ അവർക്ക്. അല്ലാണ്ട് ഞങ്ങളതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ബാബ പറയുകയാണ്, അപ്പം अगर कोई ना आया तो गोली के मुँह में गवर्नमेंट का ऑर्डर मानना ही पड़े. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഓർഡർ എന്താണോ അതനുസരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ചിലപ്പം വെടിവെക്കുകയൊക്കെ ചെയ്യും, അല്ലേ? അതൊക്കെ കാരണം മരണത്തിനുമൊക്കെ അടിപ്പെട്ടെന്നിരിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കും. ബാബ് കഹത്തെ ഹേ തും ഭി സർവീസ് കെ ലിയെ ബാന്ധേ ഹുയേ ഹോ. ബാബ് പറയണത് ഇതുപോലെ തന്നെയാണ്. നിങ്ങളും സേവനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണോ പറയുന്നത് ചെയ്തേ പറ്റുള്ളൂ. നോ എക്സ്ക്യൂസ്. ബാബ് ചഹ, നമ്മൾ ഇന്നലെ സർവീസ് മീറ്റിംഗ് നടത്തിയ കാര്യം ബാബ അറിഞ്ഞ ലക്ഷണമുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ വന്നിരിക്കുന്ന മുരളി ഉണ്ടല്ലേ, അല്ലേ? ബാബ് ജഹാം ഭി സർവീസ് पर जाने के लिए बोले छठ हाजिर होना चाहिए. ബാബ പറയുകയാണ്, അച്ഛൻ എവിടെയാണോ നിങ്ങളെ സേവനത്തിന് പറഞ്ഞു വിടാനായിട്ട് പറയുന്നത് അവിടെ ഉടൻ തന്നെ റെഡിയായിട്ട് പൊക്കോളണം. നഹിമാന തോ മിലിറ്ററി നഹി കാങ്കെ. ബാബ പറയാണ്, ഇനി നിങ്ങൾ കേൾക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെക്കുറിച്ച് മിലിറ്ററിയിൽ നിന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. വഫിർ ദിൽ പർ നഹി ചടത്തെ. ബാബ പറയാണ്, അങ്ങനെയുള്ളവർ ബാബയുടെ ഹൃദയത്തിലേക്ക് സ്ഥാനം ഉണ്ടാവില്ല അവർക്ക്, അല്ലേ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന ഒരാളോടാണല്ലോ നമുക്ക് സ്നേഹം ഉണ്ടാകുക, അല്ലേ? അതാ ബാബ പറയാം. तुम बाप के मददगार हो सबको पैगाम देने में. अब समझो कि हम बड़ा म्यूज़ियम खोलते हैं, कहते हैं 10 മൈൽ दूर है, സർവീസ് पर तो जाना पड़े ना. ബാബ പറയുകയാണ്, നമ്മൾ മറ്റുള്ളവർക്ക് സന്ദേശം കൊടുക്കാനായിട്ട് ബാബയുടെ സഹായികളാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു മ്യൂസിയം തുറക്കുന്നു, ഒരു 10 മൈൽ ദൂരെയാണെന്ന് വിചാരിച്ചോളൂ. ബാബ പറയാണ്, സേവനത്തിന് പോയേ പറ്റുള്ളൂ, അല്ലെ? 10 മൈൽ ദൂരെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖർച്ചയ്ക്ക ഖ്യാൽത്തോടെ ഹി കർണ ഹെ. ബാബറിന് ചിലവിൻ്റെ കാര്യമൊന്നും ചോദിച്ചുകൊണ്ട്, അല്ലേ, അതൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ബഡേ സെ ബഡി ഗവൺമെൻറ് ബേഹദ് കെ ബാബ് കാ ഓർഡർ മിൽത്താ ഹെ ജിസ്ക റൈറ്റ് ഹാൻഡ് ഫിർ ധർമ്മരാജ് ഹെ. ഇനി ബാബ ഒരു പേരട്ടും കൂടെ ഉണ്ട്. എന്താ പറയുക? ഏറ്റവും വലിയ അത്യുന്നതമായ ഗവൺമെൻറ്, ബാബയുടെ ഗവൺമെൻറ്റിന് മുകളിലൊരു ഗവൺമെൻറ് ഉണ്ടോ? ഇല്ല. അപ്പം ഏറ്റവും വലിയ ഗവൺമെൻറ്റിൻ്റെ പരിധിയില്ലാത്ത അച്ഛൻ്റെ ഓർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എന്നിട്ട് ബാബ പറയുകയാണ്, എൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് മറ്റേങ്ങരി ഇരിപ്പുണ്ട്. ആര്? ധർമ്മരാജന് വന്നു, അല്ലേ? ഇത് ഒരു തരത്തിൽ ബാബ പറയുകയും ചെറിയ വിരട്ടും കൂടെ നമുക്ക് തരുന്നുണ്ട്. അതായത് ഇതൊക്കെ ഞാൻ കണക്ക് വെച്ചിട്ടുണ്ട്, അല്ലേ? പോകാൻ പറയുന്നുണ്ട്, പോയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത റൈറ്റ് ഹാൻഡായിട്ട് ഞാൻ ധർമ്മരാജനെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഉൻകി ശ്രീമത് പറഞ്ഞാൽ ചലനെ സെ ഫിർ ഗിർ പടുത്തേ ഹേ. ബാബ പറയണ, ആ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ വീണു പോകും. ശ്രീമത് കഹത്തി ഹേ അപ്നി ആംഖോം കോ സിബിൽ ബനാവോ. ഇനി ബാബ വിഷയം ലേശം ഒന്ന് മാറ്റിയിട്ട് പറയാം. ശ്രീമത് പറയുന്നത് എന്താണ്? നമ്മളുടെ കണ്ണുകളെ സിവിലാക്കി മാറ്റൂ. काम पर जीत पाने की हिम्मत रखनी चाहिए. बाबा का हुक्म है, अगर हम नहीं मानेंगे तो एकदम चकनाचूर हो जाएंगे. ബാബ പറയുകയാണ്, കാമത്തിൻ്റെ മേൽ വിജയം പ്രാപിക്കുന്ന കാര്യത്തിൽ നമ്മൾ ധൈര്യശാലികളായിരിക്കണം. ബാബയുടെ ആജ്ഞയാണ്, നമ്മളതനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും തവിടുപൊടിയായിട്ട് പോകും. 21 ജന്മോं की राजाई में റോല പട് ജായേഗ. അപ്പോൾ 21 ജന്മത്തെ രാജ്യാധികാരത്തെയായിരിക്കും അത് ബാധിക്കുക. ബാബ പറയുകയാണ്, ബാപ് कहते हैं मुझे बच्चों के बिगर तो कभी कोई जान न सके. അച്ഛൻ പറയുകയാണ്, നിങ്ങളിലൂടെ അല്ലാതെ ആർക്കും എന്നെ അറിയാനായിട്ട് സാധിക്കില്ല.
कल्प पहले वाले ही आहिस्ते आहिस्ते निकलते रहेंगे. यह है बिल्कुल नई नई बातें. यह है गीता का युग. ബാബ പറയാണ് കഴിഞ്ഞ കൽപ്പത്തിലെ പോലെ പതുക്കെ 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 ഓരോരുത്തരായിട്ട് ബാബയുടെ അടുക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ബാബ പറയാണ് ഇത് പുതിയ പുതിയ കാര്യങ്ങളാണ്, ഇത് ഗീതയുടെ യുഗമാണ്. പരന്തു ശാസ്ത്രമേ ഈ സംഗമയുഗ വർണ്ണൻ നഹി ഹെ. പക്ഷേ പുരാണങ്ങളിലൊന്നും ഈ സംഗമയുഗത്തെക്കുറിച്ചിട്ട് വർണ്ണിച്ചിട്ടില്ല. ഗീത കോഹി ദ്വാപർമേ ലേഖയെ ഹെ. ഗീത എന്ത് ചെയ്തു? അത് ദ്വാപരയുഗത്തിൽ പറഞ്ഞ കാര്യമായിട്ട് പറഞ്ഞു. ഒരാൾ പോലും ആലോചിച്ചില്ല. ദ്വാപരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മ സംസ്ഥാപനാർത്ഥായ പറഞ്ഞ സാധനം പിന്നെ ധർമ്മം എങ്ങനെ ഉണ്ടാവേണ്ടത്? അല്ലേ, കലിയുഗമാണോ വരേണ്ടത്? അല്ല. അപ്പോൾ അങ്ങനെ കലിയുഗം വരികയാണെങ്കിൽ ദ്വാപരത്തിൽ ഗീത പറഞ്ഞു കലിയുഗം വന്നെന്നുണ്ടെങ്കിലോ അടുത്ത യുഗം കലിയുഗമാണെങ്കിലോ ഗീത പറഞ്ഞത് വെറുതെ ആയില്ലേ? അല്ലേ? അങ്ങനെ പോലും ഒരാൾ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായില്ല. ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റൊന്ന് ചോദിക്കണ്ടായിരുന്നു? ബോധമുള്ള ആരെങ്കിലും വേണ്ടേ? പക്ഷെ ആരുമില്ല. എല്ലാവരും പറഞ്ഞത് ആ ശരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരുന്നു. ഈ കൃഷ്ണന് 16,008 പേരെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ വെറുതെ ഇരുന്നൊരു ദിവസം കണക്ക് കൂട്ടി നോക്കി. 40 വർഷം എടുക്കും ഇങ്ങനെ കല്യാണം കഴിക്കാനായിട്ട്. ഓരോ ദിവസവും ഒരാളെ കല്യാണം കഴിച്ചാൽ തന്നെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലും ആരും ആലോചിക്കുന്നില്ല. ഇങ്ങനെ ഇതാണോ ജോലി? അല്ലേ? ഇതൊന്നും ആലോചന ഇല്ലാണ്ട് ഇങ്ങനെ വെറുതെ എന്തെങ്കിലും പറഞ്ഞു, ആരോ പറഞ്ഞു, അതെല്ലാം ഏറാമ്പുള്ളി നമ്മളിരുന്നു. ബാബ പറയുക गीता को ही द्वापर में ले गए हैं, लेकिन जब राजयोग सिखाया तो जरूर संगम होना ना. ബാബ പറയാണ് ഗീതയിൽ നമ്മൾ ദ്വാപരത്തിലേക്ക് കൊണ്ടുപോയി, പക്ഷേ രാജയോഗം ബാബ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു സംഗമയുഗത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. പരന്തു കിസ്കി ബി ബുദ്ധി മേ യേ ബാത്തേ നഹി ഹൈ. ബാബ പറഞ്ഞു പക്ഷേ ഒരാളുടെ ബുദ്ധിയിലേക്ക് പോലും ഈ കാര്യം കയറിയിട്ടില്ല. അഭി തുമേ ജ്ഞാൻ ക നശ ചടാ ഹുവാ ഹൈ. ബാബ പറയണം നമ്മൾക്ക് ജ്ഞാനത്തിൻ്റെ ലഹരി കയറിയിട്ടുണ്ട്. മനുഷ്യർക്ക് ഹേ ഭക്തിമാർഗ നശ. മനുഷ്യർക്കാണെങ്കിലോ ഭക്തിമാർഗത്തിൻ്റെ ലഹരിയാണ്. ഇതെല്ലാം വലിയ വലിയ ലഹരിയാണ്. ഭക്തിയുടെ ലഹരി ഒരു ലഹരി തന്നെയാണ്, അല്ലേ? कहते हैं ഭഗവാൻ भी आ जाए तो भी हम ഭക്തി नहीं छोड़ेंगे. എന്താ പറയുക? ഭക്തി ചെയ്യുന്നവർ ഇനി ഭഗവാൻ തന്നെ ഞങ്ങളുടെ മുമ്പിൽ നേരിട്ട് വന്നാലും ഞങ്ങൾ ഭക്തി വിടില്ല, അല്ലേ? അത് ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല. ये उत्थान और पतन की सीढ़ी बहुत अच्छी है तो भी मनुष्यों की आंखें नहीं खुलती है. ബാബ പറയാണ് ഈ ഉത്ഥാനവർ പതൻ അത് നമ്മുടെ CD-യുടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഭാരതത്തിൻ്റെ ഉയർച്ചയും ഡൗൺഫാളും, അല്ലേ? ബാബ പറയുകയാണ് അതിൻ്റെ ആ ചിത്രം വളരെ നല്ലതാണ്. ആരാ അതുണ്ടാക്കിയത്? CD-യുടെ ചിത്രം ആരാ ചെയ്തത്? നിർവേർ ഭായ് സാബായിരുന്നു. നിർവേർ ഭായ് സാബാണ് CD-യുടെ ചിത്രം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഭാഗ്യം കിട്ടുന്നത്. തോഭി ആ തുടക്കത്തിലില്ലായിരുന്നു ആ ചിത്രം, പിന്നെ വന്നതാണ്. തോഭി മനുഷ്യങ്കി ആഖ്യൻ നഹി ഖുൽത്തി ഹെ. ബാബറിന് ഇത്രയും വ്യക്തമായിട്ടൊരു ചിത്രം കാണിച്ചു തന്നിട്ട് പോലും മനുഷ്യരുടെ കണ്ണ് തുറക്കുന്നില്ല. മായയ്ക്ക് നശ്യമേ ഏകദം ചക്നാചൂർ ഹെ. ബാബറിന് മായയുടെ ലഹരിയിൽ ഇങ്ങനെ തവിട്ട് പൊടിയായിട്ട് ഒന്നിനും കൊള്ളാത്തവരായിട്ട് മാറിയിരിക്കുകയാണ്. ജ്ഞാൻ ക നശ ബഹുത് ദേരി സെ ചടുത്ത ഹെ പഹലെ തോ ദേവി ഗുൺ ഭി ചഹിയെ. ബാബറിന് ജ്ഞാനത്തിൻ്റെ ലഹരി ഇങ്ങനെ പതുക്കെ പതുക്കെ കയറുന്നുള്ളൂ അവരിലോട്ട്. കാരണം അത് അത്ര ലഹരി വരുന്നില്ല. ബാബറിന് ആദ്യം ദൈവിക ഗുണങ്ങളും വേണം. ബാബ് ക കൊയ് ഭി ഓർഡർ ഹുവാ തോ ഉസ്മേ ആനാകാരി നഹി കർണി ഹെ. ബാബ് അച്ഛൻ്റെ എന്തെങ്കിലും ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഒഴിവ് കഴിവും കൊണ്ട് വരരുത്. യെ മൈ നഹി കർ സക്താ ഹൂം ഇസ്കോ കഹ ജാത്ത ഹെ നാ ഫർമാൻ ബർദാർ. ബാബ പറയാണ് ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെന്താണ്? അനുസരണക്കേടാണ്. അതിൽ വളരെ ഗഹനമായ പ്രശ്നങ്ങളുണ്ട്. എന്താ അതെന്നറിയോ? ഒന്ന്, എന്നോടൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ ഞാനത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഒന്നാമത് അത് ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള അഹങ്കാരം അവിടെ വരുന്നു. കാരണം ബാബയല്ലേ നമ്മളോട് പറഞ്ഞ, ബാബ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അത് ചെയ്യാനുള്ള അല്ലെ ചെയ്യിക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? ബാബയുടെയാണ്. അപ്പോൾ അതിനുള്ള കഴിവും കാര്യങ്ങളും നമ്മളിൽ കാണുകയോ അല്ലെങ്കിൽ നമുക്ക് തരാമെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ബാബ ഒരു കാര്യം പറയണേ, അല്ലാണ്ട് പറയുമോ? ആരാ പറയണമെന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു, അല്ലേ? അപ്പം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ബാബയ്ക്ക് സാധിക്കുന്നത് കൊണ്ടല്ലേ ബാബ ഒരു കാര്യം പറയണേ. അപ്പോൾ അത് നമ്മൾ മറന്നിട്ട് അപ്പോൾ ബാബയെ നമ്മൾ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടാണ് നമ്മളുടേതായ ആ ഈഗോയിലേക്ക് നമ്മൾ വന്നിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറയാം. അതുകൊണ്ടാണ് ബാബ പറഞ്ഞത് അനുസരണക്കേട് തന്നെയാണ്, അല്ലേ? ശ്രീമത് മിൽത്തി ഹെ ഐസ ഐസ കർണ ഹെ तो समझना चाहिए कि शिव बाबा की श्रेष्ठ मत है.
അപ്പോൾ ശ്രീമത്തിലൂടെ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണം. ഇത് ശിവബാബയുടെ ശ്രേഷ്ഠ ഉപദേശമാണ്. വോ ഹേ ഹി സദ്ഗതി ദാദാ കഭി ഉൾട്ടി മത് നഹി ദേത്തെ. അത് സദ്ഗതി ദാതാവാണ് ബാബ. അപ്പോൾ ആ സദ്ഗതി ദാതാവ് ഒരിക്കലും തലതിരിഞ്ഞ ഉപദേശം നിങ്ങൾക്ക് നൽകില്ല. അത് നിങ്ങൾക്ക് ചെയ്യേണ്ടതാണ്. ബാബ് कहते हैं मैं इनके बहुत जन्मों के अंत में प्रवेश करता हूँ. അച്ഛൻ പറയുകയാണ്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ അനേക ജന്മങ്ങളുടെ അവസാനത്തിൽ പ്രവേശിക്കുകയാണ്. ഇൻസെ ഭി ദേഖോ ലക്ഷ്മി ഊഞ്ച് ചലി ജാത്തി ഹെ. എന്നിട്ട് ബാബ പറയാൻ നോക്കൂ, ഈ ബ്രഹ്മബാബയേക്കാളും ഉയർന്ന അവസ്ഥയിലേക്ക് ആര് പോകുന്നു? ലക്ഷ്മി പോകുന്നു. ഗായൻ ഭി ഹെ ഫീമെയിൽ കോ ആകെ രഖാ ജാത്താ ഹെ. അല്ലേ, സ്ത്രീകളെ മുന്നിൽ വയ്ക്കാന്ന് പറയാറുണ്ട്. പഹലെ ലക്ഷ്മി ഫിർ നാരായൺ യഥാ രാജാ റാണി തഥാ പ്രജാ ഹോ ജാത്തി ഹെ. ബാബറാണ് ആദ്യം ലക്ഷ്മി പിന്നെ നാരായണൻ. അല്ലേ, ലക്ഷ്മി നാരായണൻ എന്നല്ലേ പറയുക, അല്ലേ? അല്ലാണ്ട് ഇപ്പം നമ്മൾ ദേവീക്ഷേത്രങ്ങളിലൊക്കെ അമ്മേ നാരായണൻ എന്നല്ലേ പറയുക, അല്ലേ? നാരായണൻ്റെ അമ്മയുടെ കാര്യമല്ലല്ലോ അത്, അതാരുടെ കാര്യമാണ്, അല്ലേ? അതൊന്നും ഭക്തിയിൽ നമ്മൾ ചിന്തിക്കുന്നില്ല. അമ്മേ നാരായണൻ എന്ന് പറയുന്നത്, നാരായണൻ എങ്ങനെ അമ്മയാവണം എന്നും നമ്മളൊന്നുമില്ല. കണ്ണടച്ച് ഇങ്ങനെ ആരോ പറഞ്ഞു നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? അപ്പോൾ ബാബ പറയുകയാണ്, ആദ്യം ലക്ഷ്മി പിന്നെ നാരായണൻ, പിന്നെ എങ്ങനെയാണോ രാജാവും റാണിയും അതുപോലെ അതിന് യോജിച്ച പ്രജകളും. തുംകോ ഭി ഐസ ശ്രേഷ്ഠ ബന്ന ഹെ. നമുക്കും അതുപോലെ ശ്രേഷ്ഠരായിട്ട്, അവരെ പോലെ ശ്രേഷ്ഠരായിട്ട് മാറണം. യെസ് ഇസ് സമയത്തോ സാരി ദുനിയ മേ രാവൺ രാജ്യ ഹെ സഭി कहते हैं രാം രാജ്യ ചാഹിയെ അബ് ഹെ സംഘം. ബാബറാണ് ഈ സമയത്ത് മുഴുവൻ ലോകവും രാവണ രാജ്യമാണ്. എല്ലാവരും പറയാറുണ്ട് രാമരാജ്യം വേണം, രാമരാജ്യം വേണമെന്ന് പറയാറുണ്ട്. ബാബറാണ് ഇത് സംഗമയുഗമാണ്. ജബിൻ ലക്ഷ്മി നാരായൺ കാ രാജ്യ था तो रावण राज्य नहीं था फिर ചേഞ്ച് കൈസെ ഹോത്തി ഹെ യെ കോയി നഹി ജാനത്തെ. ബാബറിന് ഈ ലക്ഷ്മിയും നാരായണനും രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് രാവണ രാജ്യം ഉണ്ടായിരുന്നില്ല. പിന്നിത് മാറി എങ്ങനെയാണ് ഈ രാവണൻ്റെ കയ്യിലേക്ക് ഈ അധികാരം പോയത് അത് ആർക്കും അറിയില്ല. സഭി ഘോർ അന്ധിയാരെ മെ ഹെ. എല്ലാവരും ഘോരമായ അന്ധകാരത്തിലാണ്. സമസ്തേ ഹെ കലീഗ് തോ അഭി ഛോട്ടാ ബച്ച രേഗടി പഹൻ രഹാ ഹെ തോ മനുഷ്യ ഓർ ഹി നീന്ത് മെ സോയെ ഹുയി ഹെ. ബാബറയാണ് കലിയുഗം ഒരു ചെറിയ കുട്ടിയാണ്, ഇനിയും ഒരുപാട് വർഷങ്ങൾ കലിയുഗത്തിനുണ്ട്. അങ്ങനെയാണ് ഈ ആചാര്യന്മാർ പലപ്പോഴും ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആദ്യമുള്ള ആചാര്യന്മാരല്ല അങ്ങനെ ചെയ്തത്, ഈ പിന്നെ വന്നവരാണ് ചെയ്തത്. വ്യാഖ്യാനിച്ച് നശിപ്പിച്ചതാണ്. ഭാഗവത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ? 1200 ദേവവർഷമെന്നാണ് ഒരു യുഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ 4800 വർഷം. ആകെ ഒരു 200 വർഷത്തിൻ്റെ കണക്ക് മാത്രമേ അവർക്ക് തെറ്റിയിട്ടുള്ളൂ. പാവങ്ങളല്ലേ, ഭഗവാനൊന്നും പഠിപ്പിച്ചാലല്ലോ, കുത്തിയിരുന്ന് കണക്കൂട്ടി ധ്യാനത്തിലൂടെ കിട്ടിയല്ലേ. 200 വർഷമൊക്കെ നമുക്ക് മാർജിൻ കൊടുക്കാം. കാരണം 100 വർഷം സംഘപയോഗം കഴിഞ്ഞാൽ പിന്നെ 100ൻ്റെ കാര്യമല്ലേ ഉള്ളൂ, പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ അതിന് ശേഷം വന്ന മഹാമാന്യന്മാരെന്ത് ചെയ്തു? അവർക്ക് ധ്യാനവും യോഗമൊന്നും ഇല്ലല്ലോ. അവരെന്ത് ചെയ്തു? 1200 ദേവവർഷം എന്നല്ലേ പറഞ്ഞേ. ദേവവർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ വർഷത്തിനേക്കാളും കുറച്ചുകൂടെ വലിയ സാധനമല്ലെന്ന് വെച്ചിട്ട് അതിനെ 360 കൊണ്ട് കുടിച്ചു. അപ്പോൾ എന്തായി? അതൊരു വലിയ സംഖ്യയായിട്ട് കിട്ടി. അപ്പം സത്യുഗം അത്രയും നാളാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ത്രേത അത്ര എങ്ങനെ ആവില്ല, ശരിയാവില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടെ ആലോചിച്ചു ഗഹനമായിട്ട്. അപ്പോൾ അവിടെ ധർമ്മത്തിന് 2 കാലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനെ 2 കൊണ്ട് ഒന്നുകൂടെ കുടിച്ചേക്കാം വെച്ചു. 2 കൊണ്ട് വീണ്ടും കുടിച്ചു. അത് കഴിഞ്ഞ് അടുത്തതിലോട്ട് ദ്വാപരത്തിലോട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു? അവിടെ ധർമ്മത്തിന് പിന്നെ 1 കാലൂടെ കുറവാണല്ലോ. അപ്പോൾ അതെന്നാൽ അത്രയും കൂടെ കുടിച്ചേക്കാമെന്ന് ചോദിച്ചു. ഇങ്ങനെ ഗുണിച്ചും കൂട്ടിയാണ് ഇവർ ഈ കലിയുഗം എത്തിയപ്പോഴത്തേക്ക് എന്തായി? അതിനെ 4 കൊണ്ട് വരെ ഗുണിക്കേണ്ട അവസ്ഥയിലോട്ട് വന്നു. എന്നിട്ട് ആകപ്പാടെ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത തരത്തിലോട്ട് ഫിഗർ വന്നു. ഇതൊന്നും എവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല, തുടക്കത്തിൽ ആചാര്യന്മാർ പറഞ്ഞ കാര്യമല്ല. അവരുടെ കണക്കൂട്ടിൽ വലിയ തെറ്റൊന്നും വന്നിട്ടില്ല. പക്ഷേ പിന്നെ ഇങ്ങോട്ട് വന്നവർക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ബാബ പറയുകയാണ്, ഈ രുഹാനി നോളജ് രുഹാനി ബാഖി രൂഹോങ്കോ ദേത്തെ ഹേം രാജ്യോക്ക് സിഖ്ലാത്തെ ഹേം. ബാബ പറയണം, ഇപ്പോൾ ഇവരിങ്ങനെ മനുഷ്യന്മാർ ഉറങ്ങിക്കിടക്കുക. പക്ഷേ ആ സമയത്ത് ബാബ വരുന്നത് എന്തിനാ? രുഹാനി നോളജ് തരാനായിട്ട്, ആത്മീയ അറിവ് തരാനായിട്ട്. ഈ ആത്മീയ അച്ഛൻ വന്നിട്ട് ആത്മീയമായ അറിവ് ആർക്ക് നൽകുന്നു? ആത്മാക്കൾക്ക് നൽകുകയാണ്, അല്ലേ? രാജയോഗവും പഠിപ്പിക്കുകയാണ്. രാജയോഗ ധ്യാനം എന്നല്ല ബാബ പറയുന്നത്, രാജയോഗം പഠിപ്പിക്കുകയാണ്. മനസ്സിലായോ? ശ്രദ്ധിച്ചോന്നു വാക്കുകൾ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് രാജയോഗം മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. രാജയോഗം മെഡിറ്റേഷൻ, രാജയോഗം പഠിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണക്ക് രുഹാനി ബാപ്പ് നഹിം കഹെങ്കെ. ശ്രീകൃഷ്ണനെ ഒരിക്കലും ആത്മീയ അച്ഛൻ എന്ന് പറയില്ല. ഐസെ നഹിം കഹെങ്കെ കി ഹേ രുഹാനി ബച്ചോ. ബാബ പറയാണ്, ശ്രീകൃഷ്ണൻ ഒരിക്കലും മക്കളെ നോക്കിയിട്ട് അല്ലേ രുഹാനി ബച്ചോ എന്നൊന്നും വിളിക്കില്ല. നമ്മളെയും വിളിക്കില്ല, സ്വന്തം മക്കളെയും വിളിക്കില്ല. യെ ഭി ലിഖ്ന ചാഹിയെ രുഹാനി നോളജ് ബാപ്പ് സുപ്രീം നോളജ് രുഹാനി ബച്ചോങ്കോ ദേത്തെ ഹേ. ബാബ പറയണം, നമ്മൾ എഴുതി വയ്ക്കണം, ആത്മീയ അറിവ്
അല്ലേ? ആര് നൽകുന്നത്? സുപ്രീം അല്ല, ബാപ്പ് സ്പിരിച്വൽ നോളജ് റുഹാനി ബച്ചോങ്ക, അച്ഛൻ സ്പിരിച്വൽ നോളജ് ആത്മീയ കുട്ടികൾക്ക് നൽകുകയാണ്. അപ്പോൾ ആത്മീയ അച്ഛൻ അല്ലേ, ആത്മീയ അറിവ് ആർക്ക് നൽകുന്നു? ആത്മീയ കുട്ടികൾക്ക് നൽകുകയാണ്. ബാപ്പ് സമझाते हैं दुनिया में सभी मनुष्य है देह अभिमानी. അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, മക്കളെ, ലോകത്തിലെല്ലാവരും എന്താണ്? ദേഹബോധത്തിൽ നിൽക്കുകയാണ്. മേ ആത്മാഹു യെ കൊയ് നെയ് ജാനത്തെ. അവർക്ക് ആർക്കും അറിയില്ല ഞാൻ ആത്മാവെന്നുള്ള കാര്യം, ബാക്കിയെല്ലാം അറിയാം അല്ലേ, സ്വയം ആത്മാവെന്ന് മാത്രം അറിയില്ല. बाप कहते हैं किसको भी आत्मा लीन नहीं होता है, किसकी भी आत्मा लीन नहीं होती है. अभी तुम बच्चों को समझाया जाता है दशहरा दीपावली क्या है. ബാബ പറയാണ്, ആത്മാവ് അവിടെ പോയിട്ട് അല്ലേ പരമാത്മാവിൽ അങ്ങ് വിലയം പ്രാപിക്കും അല്ലെ ലയിച്ചു ചേരുന്നൊക്കെയാണ് അവരതുവരെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാബ പറയണ ആരുടെ ആത്മാവ് അങ്ങനെ ലയിച്ചൊന്നും പോകില്ല. ഇപ്പം നിങ്ങൾ കുട്ടികൾക്ക് ബാബ ദസറ എന്താണെന്നും ദീപാവലി എന്താണെന്നും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. मनुष्य जो भी पूजा आदि करते हैं सब ब्लाइंड फेथ की, जिसको गुडी पूजा कहा जाता है, पत्थर पूजा कहा जाता है. ബാബ വളരെ ശക്തമായിട്ട് ഭക്തിയെക്കുറിച്ച് പറയുക. ബാബ പറയാണ്, മനുഷ്യർ എന്തെല്ലാം പൂജ ചെയ്യുന്നുണ്ടോ, എന്താ ചെയ്യുന്നത്? ബ്ലൈൻഡ് ഫെയ്ത്താണ് അല്ലേ, അന്ധവിശ്വാസമാണ്. കാരണം എന്താ? കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ല ചെയ്യുന്നത്. ബാബ പറയുകയാണ് അല്ലേ, വെറുതെ ബൊമ്മ വെച്ചിട്ട് പൂജിക്കുക ചെയ്യുക അല്ലേ. ബാബ പറയാണ് കല്ല് വെച്ചിട്ട് പൂജിക്കുക ചെയ്യുക, എന്താണെന്ന് അർത്ഥമൊന്നും അറിയില്ല. അഭി തും പാരസ് ബുദ്ധി ബനത്തെ ഹോ തോ പത്ഥർ കി പൂജ നഹി കർ സക്തെ ഹോ. ബാബ പറയണ ഇപ്പം നിങ്ങൾ പവിഴ ബുദ്ധികളായിട്ട് മാറുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് കല്ലിൻ്റെ പൂജ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്താ പവിഴ ബുദ്ധി? പവിഴ ബുദ്ധി എന്താ? ബുദ്ധി എങ്ങനെ പവിഴമാകുന്നത്? മറ്റേ വാക്ക് ബാബ പറയുന്ന കല്ല് ബുദ്ധി എന്ന് പറയും അല്ലേ. എന്താ കല്ല് ബുദ്ധിയും പവിഴ ബുദ്ധിയും കൂടെ വ്യത്യാസം? കല്ലിൽ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് നമ്മൾ ലൈറ്റ് അടിച്ചാൽ എന്ത് സംഭവിക്കും? ആ കല്ലിൻ്റെ അപ്പുറത്ത് വീഴുന്നത് അതിൻ്റെ നിഴലായിരിക്കും. പക്ഷെ ഒരു വജ്രം എടുത്ത് വെച്ചിട്ട് പവിഴം എടുത്ത് വെച്ചിട്ട് ലൈറ്റ് അടിച്ചാലോ അത് 7 കളറിലേക്ക് പ്രതിഫലിക്കും. ഇംഗ്ലീഷിൽ ഒപ്പേക്ക് എന്ന ഒരു വാക്കുണ്ട്, ഒപ്പേക്കും ട്രാൻസ്പെറൻറ്റ്. അപ്പം ഈ ഒപ്പേക്കുള്ള അവസ്ഥയാണ് ബാബ പറയുക. അപ്പോൾ അതുകൊണ്ടാണ് കല്ല് ബുദ്ധി എന്ന് പറയുക. മറ്റേത് വെളിച്ചത്തെ, അത് ഒരു ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ആ ജ്ഞാനം പല ഗുണമായിട്ട് പ്രതിഫലിക്കപ്പെടും അവരിൽ നിന്ന്. അതാണ് പവിഴ ബുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റേതെന്താ? എന്ത് ജ്ഞാനം അടിച്ചാലും അവിടെ വരുന്നത് വലിയ നിഴലായിരിക്കും അല്ലേ, ആ നിഴൽ മാത്രമേ ഉണ്ടാകുള്ളൂ. അത് ബാബ പറയാണ് ചിത്രമൊക്കെ ആകെ, അല്ലാണ്ട് ബുദ്ധി കല്ലൊന്നും ആവില്ല കേട്ടോ. ഈ കല്ല് ബുദ്ധി എന്നൊക്കെ ഉണ്ട് അല്ല. ചിത്രോं के आगे जाकर माथा टेकते हैं कुछ भी समझते नहीं. ബാബ പറയണം അല്ലേ, അവർ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ പോയിട്ട് തലകുമ്പിടുകയൊക്കെ ചെയ്യും, പക്ഷെ ഒന്നും മനസ്സിലാക്കുന്നില്ല. ബി ഹേ ജ്ഞാൻ ഭക്തി ഓർ വൈരാഗ്യ. എന്നിട്ടെന്താ പറയുന്നത്? ജ്ഞാനം ഭക്തി വൈരാഗ്യം എന്നൊക്കെ പറയും. ജ്ഞാൻ ആധാ കൽപ് ചല ഫിർ ഭക്തി ശുരു ഹുയി. ബാബ പറയണ അരക്കൽപ്പം ജ്ഞാനം നടന്നു, പിന്നെ ഭക്തി തുടങ്ങി. അബ് തുമക്കോ ജ്ഞാൻ മിൽത്താ ഹേ തോ ഭക്തി സെ വൈരാഗ്യ ആ ജാത്താ ഹേ. ഇപ്പം നമ്മൾക്ക് ജ്ഞാനം കിട്ടുന്നു, അതിലൂടെ എന്ത് ചെയ്യുന്നു? ഭക്തിയോട് നമുക്ക് വൈരാഗ്യം വരുന്നു. എന്താ വൈരാഗ്യം? മലയാളത്തിലെ വൈരാഗ്യം അല്ല, ഹിന്ദിയിലെ വൈരാഗ്യം. എന്താ വൈരാഗ്യം? മലയാളത്തിലെ വൈരാഗ്യം അറിയാമല്ലോ അല്ലേ. ഹിന്ദിയിലെ വൈരാഗ്യം എന്താ? രാഗമില്ലാത്ത അവസ്ഥ അല്ലേ. അപ്പം അത് വിരക്തിയാണ്. യെ ദുനിയ ഹി ബദൽത്തി ഹേ കലിയുഗ് മേ ഭക്തി ഹേ. ബാബ പറയുകയാണ് ഈ ലോകം തന്നെ മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഭക്തിയോട് വിരക്തി വരുന്നതോടെ ഈ ലോകം തന്നെ മാറുകയാണ്. കലിയുഗത്തിൽ ഭക്തിയാണ്, സത്യുഗ് മേ ഭക്തി ഹോത്തി നഹീം. സത്യുഗത്തിൽ ഭക്തി ഉണ്ടാകുകയില്ല. വഹാ ഹേ ഹി പൂജ്യ ബാബ് കഹത്തെ ഹേ ബച്ചേ തും മാഥ ക്യോൺ ടെക്തേ ഹോ. ബാബ പറയണം അവിടെ എല്ലാവരും പൂജ്യരാണ്. എന്നിട്ട് അച്ഛൻ നമ്മളോട് പറയുകയാണ്, മക്കളെ നിങ്ങൾ എന്തിനാണ് അവിടെ പോയിട്ട് തല കുമ്പിടാൻ പോകുന്നത് അല്ലേ. ആധാ കൽപ് തുമ്നെ മാഥാ ഭി ഖിസായ പൈസേ ഭി ഗവായേ മിലാ കുച്ച് നഹീം. ബാബ പറയാണ് അരക്കൽപ്പം നിങ്ങളിങ്ങനെ സാഷ്ടാംഗം നമസ്കരിച്ച് നിങ്ങളുടെ അല്ലേ നെറ്റിയും തേഞ്ഞു അല്ലേ, കാലും തേഞ്ഞു അല്ലേ, ചിലയിടത്തൊക്കെയാണെങ്കിൽ ഉരുളുവാൻ വേണ്ടി വന്നു, അപ്പോൾ ശരീരവും തേഞ്ഞു അല്ലേ. ഇതൊക്കെ ചെയ്തിട്ടില്ലേ നമ്മളെന്തെല്ലാം ചെയ്തു? ബാബ പറയുകയാണ് ഇപ്പം നമ്മൾ ശബരിമലയൊക്കെ കയറി കാലും തേഞ്ഞു അല്ലേ. എന്തോരം മെനക്കെട്ടിട്ടാണ് ഭക്തി ചെയ്യുന്നത്. ഭക്തി ചെയ്യൽ ഇത്ര എളുപ്പമുള്ള കാര്യമല്ല. ബാബ പറയാണ് പൈസ ഭീകവായെ, കാശും കളഞ്ഞു വിളിച്ചു അല്ലേ. എത്ര പൈസയാണ് ആൾക്കാർ അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ കളഞ്ഞു വിളിക്കുന്നത് അല്ലേ. എത്ര ദൂരെയുള്ള അമ്പലത്തിൽ പോകണോ അത്രയും വലിയ മഹാകാര്യം ചെയ്തതായിട്ടൊക്കെയാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്. ബാബ പറയണം മിലാ കുച്ചിനഹി, വല്ലതും കിട്ടിയോ
ഒന്നും കിട്ടിയില്ല അല്ലേ. മായാനെ ഏകദം മാഥ മൂഡ് ലിയ ഹെ, കങ്കാൾ ബനാ ദിയ ഹെ. ബാബറിന് എന്ത് ചെയ്തു? മായ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ബുദ്ധിയെ തന്നെ തിരിച്ചു കളഞ്ഞു അല്ലേ. ഒരു സാധനവും നമുക്ക് മനസ്സിലാക്കാത്ത അവസ്ഥയിലാക്കി. ബാബ പറയുകയാണ്, നമ്മളെ കങ്കാളരാക്കി, പാപ്പരാക്കി കളഞ്ഞു അല്ലേ. നയാ പൈസയ്ക്ക് കൊള്ളാത്തവരാക്കി മാറ്റി നമ്മളെ. ഒന്നും നമുക്ക് മനസ്സിലാവില്ല, എല്ലാം നമ്മളെ പാപ്പരാക്കി. ഫിർ ബാപ്പ് ആക്കർ സബ്ക മാഥ ടീക്കർ ദേത്തെ ഹെ. ബാപ്പറിന് പിന്നെ അച്ഛൻ വന്നിട്ടാണ് എല്ലാവരുടെയും ബുദ്ധിയെ നേരെയാക്കുന്നത്. അഭി ആഹിസ്തെ ആഹിസ്തെ കുछ യൂറോപ്യൻ ലോഗ് ഭി സമജ്തേ ഹെ ബാബ ने समझाया है ये भारतवासी तो बिल्कुल तमोगुणी बन गए हैं. ബാബറിന് പതുക്കെ പതുക്കെ ഇപ്പോൾ യൂറോപ്പുകാർക്കൊക്കെ കാര്യം മനസ്സിലായി വരുന്നുണ്ട് അല്ലേ. അവരുമൊക്കെ അച്ഛൻ വന്ന കാര്യം അറിയുന്നുണ്ട്. ബാബ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, ഈ ഭാരതവാസികൾ തികച്ചും തമോ ഗുണികളായിരുന്നു. वो और धर्म वाले फिर भी पीछे आते हैं तो सुख भी थोड़ा दुख भी थोड़ा मिलता है. ബാബറിന് ബാക്കി ധർമ്മത്തിലുള്ളവരൊക്കെ അവർ പിന്നെ വരുന്നവരാണ് അല്ലേ. അപ്പോൾ അവർക്ക് സുഖവും കുറച്ചേ കിട്ടുള്ളൂ, പക്ഷെ ദുഃഖവും കുറച്ചേ കിട്ടുള്ളൂ. നമുക്കിപ്പോൾ പലപ്പോഴും അസൂയ തോന്നാറുണ്ട് മറ്റ് ധർമ്മത്തിലുള്ളവരെ കാണുമ്പോഴത്തേക്ക്. ഇപ്പം ക്രിസ്ത്യാനികളെ കാണുമ്പോൾ, മുസ്ലിങ്ങളെ കാണുമ്പോൾ, സിഖുകാരെ കാണുമ്പോൾ ഇവരൊക്കെ ഹിന്ദുക്കളെക്കാളും നല്ല സ്ഥിതിയിലാണല്ലോ അല്ലേ, അവരുടെ പ്രഭാവമാണല്ലോ കൂടുതൽ നിൽക്കുന്നത് എന്നൊക്കെ പലപ്പോഴും തോന്നും. കാര്യം എന്താ? അവർ പിന്നെ വന്നവരാണ്. അപ്പോൾ കുറച്ച് സുഖമേ അവർക്ക് കിട്ടുള്ളൂ, ആ സുഖം കിട്ടണ്ടേ അല്ലേ. അതുപോലെ ദുഃഖവും കുറച്ചേ കിട്ടുള്ളൂ. നമുക്കാണെങ്കിലോ ഹോൾസെയിൽ നേരത്തെ എടുത്തിട്ടിരിക്കുക, അതൊക്കെ തീർത്ത് വെച്ചിട്ടായിരിക്കണം ചിലപ്പം. അതുകൊണ്ടാണ് ബാബ പറയുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചേ കിട്ടുള്ളൂ. ശുരുമേഹി കിത്നെ ധനവാൻ ഏകദം വിശ്വയ്ക്ക് മാലിക് ഹോത്തയും. ബാബ പറയാണ്, നിങ്ങൾ തുടക്കത്തിൽ വന്നവരാണ്, എത്ര ധനവാന്മാരായിരുന്നു. കാരണം മുഴുവൻ വിശ്വത്തിൻ്റെ അധികാരികളായിരുന്നു നിങ്ങൾ. ഓർ ധർമ്മ വാലെ കോയി പഹലെ തോടെ ഹി ധനവാൻ ഹോത്തയും. ബാബ പറയാണ്, മറ്റു ധർമ്മത്തിലൊന്നും ഉള്ളവർ ആദ്യം വരുന്ന സമയത്ത് ധനവാന്മാരൊന്നുമല്ല. എവിടെയും മറ്റ് ധർമ്മങ്ങളൊക്കെ വന്നത് മണലാരണ്യങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് വന്നത്. അവിടെയൊന്നും ധനമൊന്നുമില്ല അല്ലേ. ആകെ ഒരു ആഹാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും പല സ്ഥലങ്ങളുടെയും അവസ്ഥ. അങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ പതുക്കെയാണ് അവരുടെ കയ്യിലേക്ക് ധനമൊക്കെ വന്നു ചേരുന്നത് അല്ലേ. ക്രിസ്ത്യാനികളുടെ കയ്യിലേക്ക്, മുസ്ലിങ്ങളുടെ കയ്യിലേക്ക്. ഇപ്പോൾ ക്രിസ്ത്യാനികളൊക്കെ പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷുകാരൊക്കെ ഈ ഭാരതത്തിലേക്ക് എന്തിനാണ് വന്നത്? അവിടെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തുണ്ടാ, അല്ലെങ്കിൽ 3-4 മാസമൊക്കെ യാത്ര ചെയ്ത് കപ്പലൊക്കെ പിടിച്ചിട്ട്. ഇല്ല, അന്നത്തെ കാലത്ത് കപ്പലൊന്നുമില്ല, വെറുതെ ഈ മറ്റേ പായ വഞ്ചിയാണ്. അതുമൊക്കെ പിടിച്ച് ഈ ആഫ്രിക്കയ്ക്കൊക്കെ ഇറങ്ങി ഇവിടം വരെ വരുമോ? നിങ്ങൾ പോവുമോ അങ്ങോട്ടേക്ക്? ഇത്രയും ദൂരം ഇവിടെ കഞ്ഞി കുടിക്കാനുണ്ടെങ്കിൽ 3 നേരം കഞ്ഞിയെങ്കിലും ഉണ്ടെങ്കിൽ പോവില്ല അല്ലേ. ഇത് അതുപോലും ഇല്ലാത്ത ഗതികേടായിട്ടാണ് അവിടെ നിന്ന് ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്തിട്ട് വന്നത്. അതിൽ പലതും മുങ്ങിപ്പോകും, നശിച്ചു പോകും. കാരണം അന്ന് കടൽക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് രക്ഷപ്പെടാനായിട്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. യന്ത്രവൽകൃത ബോട്ടല്ല, ഈ കാറ്റിനെ മാത്രം ആശ്രയിച്ചുള്ള യാത്രയാണ്. അപ്പം വലിയ ബുദ്ധിമുട്ടാണ്. അത്രയും ബുദ്ധിമുട്ട് സഹിച്ച് ഇവിടെ വന്നത് എന്തുകൊണ്ടാണ്? അത്ര ഗതികേടാണ് അവിടെ, അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ അതാ ബാബ പറഞ്ഞത്, ആദ്യമൊന്നും ഇവരുടെ ഒരു നയ പൈസ ഉണ്ടായിരുന്നില്ല, പിന്നെയാണ് ഇവർ പണക്കാരായിട്ട് മാറുന്നത്. പീച്ചെ വൃദ്ധിക്കോ പാത്തെ പാത്തെ ആക്കർ ധൻവാൻ ഹുയേ. ബാബറാണ് പതുക്കെ പതുക്കെ അഭിവൃദ്ധി പ്രാപിച്ച് അവസാനം ആയപ്പോഴത്തേക്ക് ഇവർ വലിയ ധനവാന്മാരായിട്ട് മാറി. ആ ഫിർ സബ്സെ ഭിക്കാരി ഭി ഭാരത് ബനാ ഹെ. അപ്പോൾ എന്തായി? ഭാരതം ഏറ്റവും വലിയ ഭിക്ഷക്കാരനായിട്ട് മാറി അല്ലേ. ഇവിടെ നിന്നെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോയി, അങ്ങനെ അവർ വലിയ ധനവാന്മാരായി. അന്ധശ്രദ്ധാലു ഭി ഭാരത് ഹെ യെ ഭി ഡ്രാമ ബനാ ഹുവ. ബാബറാണ് ഈ അന്ധശ്രദ്ധയൊക്കെ നടക്കുന്നതും അതും ഭാരതീയർ തന്നെയാണ് അങ്ങനെയുള്ളവരായിട്ട് മാറുന്നത്. ഭാരതമാണ്. പക്ഷേ ഇത് ഡ്രാമയിൽ ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. ബാബ് कहते हैं मैंने जिसको हेवन बनाया वो हेल बन गया है. ബാബറാണ് ഞാൻ എന്തിനെയാണോ ഹെവൻ ആക്കിയത്, സ്വർഗമാക്കിയത്, അതിപ്പോൾ എന്തായിട്ട് മാറിയിരിക്കുക? ഹെല്ലായിട്ട്, നരകമായിട്ട് മാറിയിരിക്കുകയാണ്. മനുഷ്യ ബന്ദർ ബുദ്ധി ബൻ ഗയേ ഹെ ഉൻകോ മൈ ആക്കർ മന്ദിർ ലായക് ബനാത്താ ഹൂം. മനുഷ്യർ ബന്ദർ ബുദ്ധി എന്ന് പറഞ്ഞാൽ കുരങ്ങിൻ്റെ ബുദ്ധിയായിട്ട് മാറിയിരിക്കുക അല്ലേ. ആ മനുഷ്യരെയാണ് എന്തായിട്ട് മാറ്റുന്നത്? മന്ദിർ ലായക്കായിട്ട്, അമ്പലത്തിലിരിക്കാൻ അല്ലെങ്കിൽ ക്ഷേത്രത്തിലിരിക്കാൻ യോഗ്യരായിട്ട് ഞാൻ മാറ്റുന്നത്. വികാർ ബഡെ കടേ ഹോത്തെ ഹേം ക്രോധ് കിത്ന ഹെ. ബാബറാണ് വികാരം വളരെ കടുപ്പത്തിലാണ്, അതായത് വളരെ സ്ട്രോങ് ആണ് അല്ലേ. ക്രോധം എത്രത്തോളമുണ്ട്? തുമാരമേ കൊയ് ക്രോധ് നഹി ഹോനാ ചഹിയെ. ബാബറാണ് നിങ്ങളിലൊരിക്കലും ക്രോധമുണ്ടാകാനായിട്ട് പാടില്ല. ബിൽക്കുൽ മീഠേ ശാന്ത് അതിമീഠേ ബനോ. ബാബറാണ് ശരിക്കും നമ്മൾ മധുരമുള്ളവരായിട്ട്, ശാന്തരായിട്ട്, അതീവ മാധുര്യമുള്ളവരായിട്ട് മാറണം. ശ്രമിക്കേണ്ടി വരും അല്ലേ. ഒരു സമയത്തും ദേഷ്യപ്പെടാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം.
ये भी जानते हो കോണ്ടോ മേ കൊയ് ഹി നിക്കൽത്തെ ഹേം രാജായി പദ് പാനെ വാലെ. ബാബ പറയണം നമ്മൾക്കറിയാം അല്ലേ, കോടികളിൽ ചിലർ മാത്രമേ ബാബയുടേതായിട്ട് വരികയുള്ളൂ. കാരണം എന്താ, അവർ രാജപദവി നേടിയെടുക്കേണ്ടവരാണ്. ബാബ് കാത്തെ ഹേം മൈ ആയാഹും തുംകോ നർസെ നാരായൺ ബനാനെ. അച്ഛൻ പറയുകയാണ്, ഞാൻ വന്നിരിക്കുകയാണ് നരനിൽ നിന്നും നാരായണനാക്കി നമ്മെ മാറ്റാനായിട്ട്. ഉസ്മെ ഭി 8 രത്ന മുഖ്യ ഗായ ജാത്തെ ഹെ. അതിൽ തന്നെ 8 രത്നങ്ങളാണ് മുഖ്യമായിട്ടുള്ളത്. 8 രത്ന और बीच में है बाप. 8 രത്നങ്ങളും അതിൻ്റെ നടുക്ക് അച്ഛനും. അങ്ങനെയാണ് നവരത്നങ്ങളെക്കുറിച്ച് പറയുക. 8 है പാസ് വിത്ത് ഓണേഴ്സ്, സോഭി നമ്പർ വാർ പുരുഷാർ സംസാർ. ഈ 8 പേര് പാസ് വിത്ത് ഓണേഴ്സാണ് അല്ലേ, അതും നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച്. ദേഹ അഭിമാൻ കോ തോടനെ മേ ബഡി മെഹനത്ത് ലഗ്തി ഹെ. ദേഹബോധത്തെ ഇല്ലാതാക്കാനായിട്ട് വലിയ പരിശ്രമം വരും. ദേഹ ക ഭാൻ ബിൽക്കുൽ നിക്കൽ ജായേ. ദേഹബോധം തികച്ചും ഇല്ലാതാക്കണം. कोई कोई पक्के ब्रह्मज्ञानी जो होते हैं उनका भी ऐसे होता है, बैठे बैठे देह का त्याग कर देते हैं അല്ലേ. ഈ ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയാണ്, അവർ ഇരിക്കെ ശരീരം, അതായത് സമാധിയിലോട്ട് പോകില്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞു. ശരീരം വിടാറുണ്ട്. बैठे बैठे ऐसे शरीर छोड़ते हैं, वायुमंडल एकदम शांत हो जाता है और अक्सर करके प्रभात के शुद्ध समय पर शरीर छोड़ते हैं. ബാബറാണ് അങ്ങനെ ചില യോഗികളായിട്ടുള്ളവരൊക്കെ ശരീരം വിടുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു അന്തരീക്ഷം പോലും ആ രീതിയിലേക്ക് മാറാറുണ്ട്. ബാബറാണ് മുഖ്യമായിട്ടും ഇവർ അമൃതവേള സമയത്തൊക്കെ ആയിരിക്കും, ആ സമയത്തൊക്കെയാണ് ശരീരം വിടുക. രാത് കോ മനുഷ്യ ബഹുത് ഗന്ധ കർത്തെ ഹേ, സുബഹ കോ സ്നാൻ ആദി കർക്കെ ഭഗവാൻ ഭഗവാൻ കർണേ ലേത്തെ ഹേ, പൂജ കർത്തെ ഹേ. ബാബറാണ് രാത്രിയിൽ മനുഷ്യർ ചീത്ത കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ അത് രാവിലെ ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ട് അവർ കുളിച്ച് വൃത്തിയായിട്ട് പിന്നെ ഭഗവാൻ ഭഗവാൻ എന്ന് പറയും, പൂജ ചെയ്യുകയൊക്കെ ചെയ്യും. बाप सब बातें समझाते रहते हैं. प्रदर्शनी आदि में भी पहले पहले तुम अलफ का परिचय दो. ബാബ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ബാബ പറയുന്ന പ്രദർശനങ്ങളിലൊക്കെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഭഗവാന്റെ പരിചയം കൊടുക്കണം. അലഫ് ഓർ ബേ എന്നാ പറയുക അല്ലേ. അലഫാര, അലഫ ആത്മാ അല്ലേ, ബേ ഭഗവാൻ അല്ലേ. ബാബ പറയുന്ന പഹലെ അലഫ് ഓർ ബേ. बाप तो एक ही निराकार है. बाप रचयिता ही बैठ रचना के आदि मध्य अंत का ജ്ഞാൻ സമച്ചാത്തെ ഹേ. ബാബറിന് അച്ഛൻ ഒരേ ഒരു നിരാകാരനാണ്. ആ അച്ഛനാകുന്ന രചയിതാവാണ് ഇരുന്നിട്ട് ആദി മധ്യ അന്തത്തിൻ്റെ രഹസ്യം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. വഹി ബാബ് കാത്തെ ഹേ മാമേകം യാദ് കരോ. അതേ അച്ഛൻ തന്നെയാണ് നമ്മളോട് പറയുന്നത്, എന്നെ മാത്രം ഓർക്കൂ. ദേഹിക്ക് സംബന്ധ ചോട് അപ്നേക്കോ ആത്മാ സമജ് മാമേകം യാദ് കരോ. ദേഹത്തിൻ്റെ സംബന്ധങ്ങൾ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ ഓർക്കൂ. बाप का परिचय तुम देंगे फिर किसको हिम्मत नहीं रहेगी प्रश्नोत्तर करने की. ബാബറിന് അച്ഛൻ്റെ പരിചയം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാകില്ല. पहले बाप का निश्चय पक्का हो जाए तब बोलो 84 जन्म ऐसे लिए जाते हैं. ബാബറാണ് അപ്പോൾ ആദ്യം അച്ഛൻ്റെ പരിചയം ഉറപ്പിക്കണം, അതിനുശേഷമാണ് പിന്നെ 84 ജന്മങ്ങളുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ചക്രക്കോ സമജ് ലിയ, ബാപ്കോ സമജ് ലിയ, ഫിർ കോയി പ്രശ്നം ഉടേഗാ നഹി. ചക്രം മനസ്സിലാക്കി, അച്ഛനെ മനസ്സിലാക്കി, പിന്നെ ചോദ്യമൊന്നും ഉണ്ടാവില്ല. ബാപ് കാ പരിചയ ദേനെ ബിഗർ ബാക്കി തും ടിക് ടിക് കർത്തെ ഹോ തോ ഉസ്മേ തുമാരാ ടൈം ബഹുത് വേസ്റ്റ് ഹോ ജാത്താ ഹെ. അത് ബാബ പറയുകയാണ്, അച്ഛൻ്റെ പരിചയം കൊടുക്കാതെ ബാക്കി ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ എന്താവും, വെറുതെ സമയം കളഞ്ഞു വിളിക്കുകയുള്ളൂ. അപ്പോൾ ആ പോയിൻ്റ് ക്ലിയർ ചെയ്ത് പോകണം. ആദ്യം ആത്മപരിചയം, പിന്നെ അച്ഛൻ്റെ പരിചയം. അത് ക്ലിയർ ആയെങ്കിൽ മാത്രമേ അടുത്ത ചക്രത്തിലോട്ടും മറ്റു കാര്യങ്ങളിലേക്കും പോകാറുള്ളൂ. അതല്ലാതെ ചക്രമൊക്കെ പറഞ്ഞാൽ അച്ഛൻ്റെ കാര്യം മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ മനസ്സിലാവില്ലെന്ന് പറയാം. बड़े बड़े म्यूजियम में अच्छे अच्छे समझाने वालों को मदद देनी पड़े. थोड़े रोज़ अपना सेंटर छोड़ मदद देने आ जाना है. ബാബ പറയാണ്, വലിയ വലിയ മ്യൂസിയങ്ങളൊക്കെ ബാബയുടെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നല്ലോണം മനസ്സിലാക്കി കൊടുക്കാൻ അറിയാവുന്നവർ പോയിട്ട് സേവനം ചെയ്യണം. അപ്പോൾ നമ്മുടെ സെൻറ്ററെന്നും പറഞ്ഞുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ സെൻറ്ററൊക്കെ വിട്ടിട്ട് അവിടെ പോയിട്ട് സേവനം ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. ബാബ പറയുകയാണ്, അഗർ ഗദ്ദി സംഭാലനെ ലായക് കോയി കോ ആസ്പാസ് നഹീം ബനായാ ഹൈ तो बाप समझेंगे कोई काम के नहीं സർവീസ് नहीं की. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ പറയില്ലേ, ബാബ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ അല്ലേ, സെൻറ്റർ വിട്ടിട്ട് എങ്ങനെയാണ് പോകണമെന്നൊക്കെ ചോദിക്കും. ബാബ പറയാണ്,
നിങ്ങൾക്ക് പകരമായിട്ട് ക്ലാസ് എടുക്കാൻ യോഗ്യരായിട്ട് ഒരാളെ നിങ്ങൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബാബ പറയുകയാണ് നിങ്ങളെ ഒരു കാശിനും കൊള്ളില്ല, നിങ്ങളൊരു സേവനവും അവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സിസ്റ്ററോ ബ്രദറോ പറയുകയാണ് ഞാൻ വന്നു കഴിഞ്ഞാൽ സെൻറ്റർ അടച്ചിടേണ്ടി വരും എന്ന് പറയുകയാണെങ്കിൽ ബാബ പറയുകയാണ് അവിടെ വെറുതെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു, ഒരു സേവനവും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇരുന്ന് ഉറങ്ങുന്നതിനേക്കാളും ഭേദം വേറെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും സേവനം ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? അത് ബാബ ഒരിക്കലും അത് അംഗീകരിക്കില്ല. അപ്പം നിങ്ങളില്ലെങ്കിൽ വേറൊരാളെ യോഗ്യനാക്കി, ഇത് ബാപ്ദാദ വന്ന സമയത്തും ബാപ്ദാദയും വ്യക്തമാണെങ്കിലും ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സമാനമായിട്ട് എത്ര പേരെ ആക്കിയെന്നും ബാബ ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ബാബ ചോദിക്കുന്ന കാര്യമാണ്. ബാബ കൊ ലിഖ്തേ ഹേം സർവീസ് ചോട് കൈസെ ജായേ. അപ്പോൾ ബാബയ്ക്ക് കത്തെഴുതും, ബാബ എങ്ങനെയാണ് ഈ സേവനം വിട്ടിട്ട് പോകാൻ പറ്റുക എന്ന്. അരെ ബാബ ഹുക്കും കർത്തേ ഹേം ഫലാനി ജഗ പ്രദർശനി ഹെ സർവീസ് പർ ജാവോ. ബാബ പറയണത് ഞാൻ ആജ്ഞാപിക്കുകയാണ്, ഇന്നടത്ത് പ്രദർശനി നടക്കുന്നുണ്ട്, അവിടെ പോയിട്ട് സേവനം ചെയ്യുക. അത്രേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു, അല്ലേ? അല്ലാണ്ട് ഇത് സെൻറ്റർ നോക്കണം അത് നോക്കണം ഒരിതുമില്ല. ബാബ പറയണത് എൻ്റെ ആജ്ഞയാണ്, പോയിട്ട് സേവനം ചെയ്യും. अगर गद्दी लाया किसको नहीं बनाया है तो तुम किस काम के. നിങ്ങളുടെ അവിടെ ക്ലാസ് എടുക്കാനായിട്ട് യോഗ്യരായിട്ട് അല്ലെ സേവനം ചെയ്യാൻ യോഗ്യരായിട്ട് ആരെയും ആക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു കൊള്ളാം നിങ്ങളെന്ന് ബാബ ചോദിക്കാം, അല്ലേ? ബാബാനെ ഹുക്കം കിയ ചട്ട് ഭാഗ്ന ചെയ്യേ. ബാബയുടെ ആജ്ഞ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഓടിക്കൊള്ളണമെന്നാണ് ബാബ പറയാം, അല്ലേ? ഓടിപ്പോയിട്ട് അവിടെ പോയി സേവനം ചെയ്യണം. മഹാരഥി ബ്രാഹ്മണി ഉൻകോ കഹ ജാത്ത ഹേ. ബാബറിന് മഹാരഥി ആയിട്ട് അങ്ങനെയുള്ള ബ്രാഹ്മണികളായിട്ട് പറയുന്നത് അങ്ങനെയുള്ളവരെയാണ്. ബാക്കി തോ സബ്ഹെ ഘോടെ സവാർ പ്യാതെ. ബാബറാണ് ബാക്കിയക്കാരാ കുതിരക്കാരാ, അല്ലേ? അല്ലെങ്കിൽ കാലാൾപ്പടയാണ്. സബ്കോ സർവീസ് മേ മദദ് ദേനി ഹെ. എല്ലാവർക്കും സേവനത്തിൽ, അല്ലേ, സഹായം ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഇത്തനെ വർഷ മേ തുമ്നെ കിസ്കോ ആപ് സമാൻ നഹി ബനായ ഹെ തോ ക്യാ കർത്തേ ഥേ. ബാബറിന് ഇത്രയും വർഷമായില്ലേ അവിടെ ഇരിക്കുന്നു, നിങ്ങൾക്ക് സമാനമായിട്ട് ഒരാളെ ആക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ബാബ ചോദിക്കുക. എന്തൊരു കഷ്ടമാണ്, ഇന്ന് ബാബ വിടുന്നില്ല, ബാബ വീണ്ടും ചോദിക്കുക പിന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ, അല്ലേ? ബാബ പറയുകയാണ് ഇത്തനെ സമയമേ മെസ്സഞ്ചർ നഹി ബനായ ഹെ ജോ സെൻറ്റർ സംഭാലേ. ബാബ പറയുകയാണ്, അല്ലേ, സെൻറ്റർ നോക്കി നടത്താൻ പറ്റുന്ന ഒരാളെ അവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കൈസെ കൈസെ മനുഷ്യാത്തെ ഹെ ജിൻസെ ബാത് കർനെ കാ ഭി അക്കൽ ചാഹിയെ. ബാബ പറയാണ് എത്ര വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാരാണ് സെൻറ്ററിൽ വരുന്നത്, അവരോട് സംസാരിക്കാനുള്ള ബുദ്ധിയും വേണ്ടേ നിങ്ങൾക്ക്, അല്ലേ? കാരണം വെച്ചാൽ ആളൊക്കെ ബാബ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ യോഗ്യരല്ലാത്ത കാരണം ആകാൻ പറ്റാതെ പോയെന്ന് ബാബ അതാ പറയാം. മുരളി ഭി ജരൂർ റോജ് പഠനി ഹേ അഥവാ സുന്നി ഹേ. ബാബറിന് മുരളി ദിവസവും കേൾക്കണം, അല്ലേ വായിക്കണം, അതില്ലേ കേൾക്കണം, രണ്ടിലേ ചെയ്യണം. മുരളി നഹി പടി ഗോയ ആബ്സെൻറ്റ് പഠിക്കുകയും. ബാബറിന് മുരളി വായിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ അന്നത്തെ ദിവസം ഡ്യൂട്ടിക്ക് എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ആബ്സെൻ്റ് ആയിട്ട് കണക്കാക്കും. തും ബച്ചോങ്കോ സാരേ വിശ്വ പർ ഖെരാവ് ഡാൽന ഹെ. ബാബറിന് മുഴുവൻ ലോകത്തിലും നമ്മൾ ഇതില്ലേ ഈ ഖരാവോ ചെയ്യാന്നൊരു വാക്കില്ലേ, ഖരാവോ ചെയ്യാന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഖരാവോ ചെയ്യില്ലേ, അത് ഈ ഖരാവോ ഈ ഖേരാവിൽ നിന്ന് വരുന്ന വാക്കാണ്. ഓക്കെ, അപ്പോൾ ഖേരാവ് എന്ന് പറയാൻ എന്താ, വട്ടം ചുറ്റിപ്പിടിക്കണം, മനസ്സിലായോ? അതിനാണ് ഈ ഖേരാവ് എന്ന് പറയുന്നത്. വെച്ചാൽ നിങ്ങൾ കവർ ചെയ്യണം ആ ഏരിയ, അല്ലേ? അപ്പോൾ മുഴുവൻ ലോകവും നിങ്ങൾ നിങ്ങളുടെ കൈപ്പിടിയിലാക്കണം, അതിനാണ് ഈ ഖരാവോ എന്നൊക്കെ ആൾക്കാർ പറയാം. തും സാരേ വിശ്വക്ക് സേവ കർത്തേ ഹോ നാം. ബാബറിന് മുഴുവൻ ലോകത്തിൻ്റെ സേവനമല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതായത് ബാബ പറയുന്നത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കരുത്, ഞാൻ തലശ്ശേരിയാണ്, അല്ലെ ഞാൻ കണ്ണൂരാണ്, അല്ലെ ഞാൻ അവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് ബാബർ ഇതൊന്നും ബാബയ്ക്ക് അംഗീകരിക്കുക കാര്യമല്ല. ബാബറാണ് എവിടെ പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പൊക്കോളണം, അല്ലേ? ഇവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക, കാരണം മുഴുവൻ ലോകത്തിൻ്റെ അധികാരികളായിട്ട് നിങ്ങളെ മാറ്റുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഒരു കണ്ണൂരിൻ്റെ അധികാരിയായിട്ടോ അല്ലേ മാഹിയുടെ അധികാരിയായിട്ടോ ഒന്നും നിങ്ങളെ മാറ്റുകയല്ല ചെയ്യാം. ബാബ പറയുകയാണ് പതിത് ദുനിയാക്കു പാവൻ ബനാന യെ ഖെരാവ് ഡാൽന ഹെന. ബാബ പറയണ പതിത ലോകത്തെ പാവനമാക്കി മാറ്റുക, ഇത് അല്ലേ അവരുടെ മുഴുവൻ നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കിയാണ്. സഭിക്കു മുക്തി ജീവൻ മുക്തി ധാം കാ രാസ്ത ബത്താന ഹെ ദുഃഖ് സെ ചുടാന ഹെ. എല്ലാവർക്കും മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കുമുള്ള വഴി പറഞ്ഞു കൊടുക്കണം, ദുഃഖത്തിൽ നിന്നും അവരെ മോചിപ്പിക്കണം. അച്ഛാ मीठे मीठे सिखिल दे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. शुक्रिया बाबा, शुक्रिया. धारणा के लिए मुख्य सार.
ബഹൂത് മീഠേ ശാന്ത് അതിമീഠേ സ്വഭാവ ക ബന്ന ഹെ എന്ന് ബാബ പറയാണ്. വളരെ നല്ല ശാന്ത അല്ലേ, അതീവ നല്ല സ്വഭാവമുള്ളവരായിട്ട് സ്നേഹികളായിട്ട് നമ്മൾ മാറണം. കഭി ഭി ക്രോധ് നഹി കർണ ഹെ, ഒരിക്കലും ദേഷ്യപ്പെടരുത് അല്ലേ. അപ്നി ആംഖോം കോ ബഹൂത് ബഹൂത് സിവിൽ ബനാന ഹെ, നമ്മുടെ കണ്ണുകളെ വളരെ വളരെ സിവിലാക്കി മാറ്റണം. ബാബ ജോ ഹുക്കും കരേ ഉസ്സെ ഫൗറൻ മാന്ന ഹെ, ബാബ പറയണം ബാബ എന്ത് ആജ്ഞയാണോ നൽകുന്നത് അവിടെ ചോദ്യമൊന്നുമില്ല, അതോടൊപ്പം തന്നെ അനുസരിക്കണം. സാരേ വിശ്വക്കോ പതിസെ പാവൻ ബനാനേക്ക് സേവ കർണി ഹെ അർത്ഥാത് ഖേരാവ് ഡാൽന ഹെ, മുഴുവൻ ലോകത്തെയും പതിതരിൽ നിന്നും പാവനമാക്കാനുള്ള സേവനം ചെയ്യണം. അതായത് എന്ത് ചെയ്യണം? ആ മുഴുവൻ വിശ്വവും നമ്മുടെ കൈപ്പിടിയിലാക്കണം. വരദാനം ബാക്കി യാദ് ദ്വാര असंतोष की परिस्थितियों में सदा सुख व संतोष की अनुभूति करने वाले महावीर भव. അച്ഛൻ്റെ ഓർമ്മയിലൂടെ ആ സന്തോഷത്തിൻ്റെ സാഹചര്യങ്ങളിലും സദാ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭൂതി ചെയ്യിപ്പിക്കുന്ന മഹാവീരരായി ഭവിക്കട്ടെ. അപ്പോൾ സാഹചര്യം അസന്തോഷത്തിൻ്റെയാണ്, പക്ഷെ അവിടെയും സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭൂതി ചെയ്യിപ്പിക്കുന്ന മഹാവീരരായിട്ട് നമ്മൾ ഭവിക്കണം അല്ലേ. എങ്ങനെ? അച്ഛൻ്റെ ഓർമ്മയിലൂടെ. നോക്കാം ബാബ എന്താ പറയുന്നത് വിശദീകരണം. സദാ ബാപ് കി യാദ് മേ രഹനെ വാലെ ഹർ പരിസ്ഥിതി മേ സദാ സന്തോഷ് രഹത്തെ ഹെ. സദാ അച്ഛൻ്റെ ഓർമ്മയിലിരിക്കുന്നവർ എല്ലാ പരിതസ്ഥിതികളും എല്ലാ ചുറ്റുപാടിലും അവർ സന്തുഷ്ടരായിരിക്കും. ക്യോങ്കി നോളജ് കി ശക്തി के आधार पर पहाड़ माफिक परिस्थिति भी राई अनुभव होती है. റായി അർത്ഥാത് കുച്ച് നഹീം. കാരണം വെച്ചാൽ അറിവിൻ്റെ ശക്തിയുടെ ആധാരത്തിൽ വലിയ കൊടുമുടി പോലുള്ള പ്രശ്നങ്ങൾ പോലും എന്തായിട്ട് മാറും? പഞ്ഞി പോലെ. അതായത് പഞ്ഞി എന്ന് ബാബ പറയുന്നത് നിസ്സാരവൽക്കരിക്കപ്പെടും. കാരണം നമുക്ക് എത്രത്തോളം അറിവ് കൂടുന്നുവോ അല്ലേ, പ്രായോഗികമായ ജ്ഞാനമുണ്ടാകുന്നു, അത്രത്തോളം എന്താകും? പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെങ്കിലും അത് നമുക്ക് അതിജീവിക്കാനുള്ള കഴിവും വരും. അതാ പറയാം, चाहे परिस्थिति असंतोष की हो, दुख की घटना हो, लेकिन दुख की परिस्थिति में सुख की स्थिति रहे तब कहेंगे महावीर. ബാബ പറയാണ്, സാഹചര്യം അസന്തോഷത്തിൻ്റെ ആയിക്കോട്ടെ, സാഹചര്യം ദുഃഖത്തിൻ്റെ ആയിക്കോട്ടെ, അല്ലെ ദുഃഖത്തിൻ്റെ ഒരു സംഭവം ഉണ്ടായിക്കോട്ടെ, പക്ഷെ ആ ദുഃഖത്തിൻ്റെ സാഹചര്യത്തിലും സുഖത്തിൻ്റെ സ്ഥിതി ആണ് നമ്മളുടേതെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മളെക്കുറിച്ച് മഹാവീരർ എന്ന് പറയാൻ സാധിക്കാം. കുച്ച് ബി ഹോ ജായേ നത്തിങ് ന്യൂ, എന്ത് തന്നെ സംഭവിച്ചാലും നത്തിങ് ന്യൂ, ഒന്നും പുതിയതല്ല. ആ നത്തിങ് ന്യൂ കെ സാത്ത് സാത്ത് ബാക്കി സ്മൃതി സേ സദാ ഏകരസ്ഥിതി രഹ സക്തി ഹെ. ആ നത്തിങ് ന്യൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? അച്ഛൻ്റെ സ്മൃതിയോടൊപ്പം ഏകരസ്ഥിതിയിലിരിക്കാൻ നമുക്ക് സാധിക്കും. ഫിർ ദുഃഖ അശാന്തിക്ക് ലഹർ ഭി നഹി ആയേഗി. അങ്ങനെയുള്ളവരുടെ അടുക്കിലേക്ക് ദുഃഖത്തിൻ്റെയും അശാന്തിയുടെയും അലകൾ എത്തില്ല. ഓക്കെ. സ്ലോഗൻ अपना देवी स्वरूप सदा स्मृति में रहे तो कोई की भी व्यर्थ नजर नहीं आ सकती. നമ്മളുടെ ദൈവിക സ്വരൂപം സദാ സ്മൃതിയിലേക്ക് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ ആരുടെയും വ്യർത്ഥമായ കാഴ്ച നമുക്കുണ്ടാവില്ല. അതായത് നമ്മളൊരു ക്ഷേത്രത്തിലിരിക്കുന്ന ദേവിയാണെന്ന് അല്ലെ ദേവനാണെന്ന് വിചാരിക്കും. നമ്മുടെ മുമ്പിൽ എത്ര തരത്തിലുള്ള ഭക്തർ വരുന്നുണ്ട്. ആ ദേവനോ ദേവിയോ അവരുടെ കുറവാണോ കാണുന്നത്? അല്ല, തൻ്റെ ഭക്തരാണ് വന്നത് അല്ലേ. ആ ഭക്തർക്ക് എന്താണോ വേണ്ടത് അത് നടത്തി കൊടുക്കുക. നമ്മൾ ഇനി എളുപ്പം മനസ്സിലാവുന്ന ഒരു ഭാഷയെ പറയാം. ഈ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടല്ലോ, അവരുടെ അനുയായികളില്ലേ, എത്രയോ പേര് അവരുടെ അടുക്കിലേക്ക് വരുന്നു. അവരുടെ കുറവാണോ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ കാണുന്നത്? അല്ല. ആ ഓരോ അനുയായിയുടെ ഉള്ള ഗുണം മനസ്സിലാക്കിയിട്ട് അവരെ സേവനത്തിന് ഉപയോഗിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അല്ലേ. അല്ലാണ്ട് കുറവ് കണ്ടുകൊണ്ടിരുന്ന നടക്കുമോ? അനുയായിയെ കിട്ടുമോ? കിട്ടില്ല. അതുപോലെ ബാബ പറയണം, നമ്മളുടെ ദേവതയാണെന്നുള്ള രൂപത്തിൽ നമ്മളൊന്ന് വിചാരിച്ചു നോക്കിയേ. അപ്പം നമ്മുടെ ദൈവിക സ്വരൂപം നമ്മൾ സ്മൃതിയിലേക്ക് കൊണ്ടുവരാം. കാരണം ഇവരൊക്കെ ആരാ? നമ്മുടെ പ്രജകളായിട്ട് വരേണ്ടവരാണ്. ആ പ്രജകളുടെ കുറവും കണ്ടുകൊണ്ടിരുന്ന ഒരു രാജാവിന് ഭരിക്കാൻ പറ്റുമോ? ഇല്ല.
അവർ കുറവില്ലെങ്കിൽ പിന്നെ അവരിവിടെ ഇരിക്കില്ലേ, ഞാൻ അപ്പുറത്തിരിക്കില്ലേ? അവർക്ക് കുറവുള്ളതുകൊണ്ടല്ലേ അവരവിടെ ഇരിക്കണേ. അവർക്ക് അവരുടെ കുറവ് നികന്നു കഴിഞ്ഞാൽ അവരെവിടെ ഇരിക്കും? അവരിവിടെ വന്നിരിക്കും. അപ്പം ഞാൻ അപ്പുറത്തായില്ലേ? അപ്പോൾ അതുകൊണ്ട് അവരെന്താ അവിടെ ഇരിക്കണമെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അവരവിടെ ഇരിക്കുന്നത് ആ കുറവുള്ളതുകൊണ്ടാണ്. അപ്പം പിന്നെ എന്തിനാ പിന്നെ കുറവ് കാണാൻ പോണേ? അതല്ലേ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ടാണ് പറയാം, അപ്പോൾ നമ്മുടെ ദൈവിക സ്വരൂപത്തിൻ്റെ സ്മൃതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ആരുടെയും കുറവുകൾ നമ്മുടെ കണ്ണിലേക്ക് പെടുകയില്ല. अव्यक्त इशारे स्वयं और सर्व के प्रति मनसा द्वारा योग की शक्तियों का प्रयोग करूँ. അതിൻ്റെ വിശദീകരണം പറയാണ്, ജൈസെ സയൻസ് की शक्ति का प्रयोग लाइट के आधार पर होता है. പറയാണ്, സയൻസിൻ്റെ ശക്തിയുടെ പ്രയോഗം പ്രകാശത്തിൻ്റെ ആധാരത്തിലാണ്. अगर कंप्यूटर भी चलता है तो कंप्यूटर माइट है लेकिन आधार लाइट है. പറയാണ്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ ശക്തിയാണെങ്കിൽ അതിൻ്റെ ആധാരം ലൈറ്റാണ്. അതായത് ഇലക്ട്രിസിറ്റി വേണമല്ലോ, കറണ്ട് ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ലല്ലോ. അത് പറയാം. ऐसे आपके സൈലൻസ് की शक्ति का भी आधार लाइट है. അതുപോലെ നമ്മുടെ സൈലൻസിൻ്റെ ശക്തിയുടെ ആധാരവും എന്താണ്? ലൈറ്റാണ്. जब वह प्रकृति की लाइट अनेक प्रकार के प्रयोग प्रैक्टिकल में करके दिखाती हैं तो आपकी अविनाशी परमात्मा लाइट, आत्मिक लाइट और साथ साथ प्रैक्टिकल स्थिति लाइट, तो इसमें क्या नहीं प्रयोग हो सकता है. പറയുകയാണ്, ഇപ്പോൾ പ്രകൃതിയുടെ ലൈറ്റ് അനേക പ്രകാരത്തിലുള്ള പ്രയോഗം പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരുമ്പോഴത്തേക്ക് നമ്മുടെ അവിനാശിയായിട്ടുള്ള പരമാത്മ ലൈറ്റ്, നമ്മുടെ ആത്മീയ ലൈറ്റ്, അതോടൊപ്പം പ്രാക്ടിക്കലായിട്ടുള്ള നമ്മുടെ സ്ഥിതിയുടെ ആ ലൈറ്റ്നെസ്, ഇതൊക്കെ എന്ത് ചെയ്ത് കാണിക്കാൻ സാധിക്കില്ല. അതായത് ഇതിനുമൊക്കെ അതിശയം ചെയ്ത് പ്രകൃതിയുടെ ജഡപ്രകൃതിക്ക് ചെയ്ത് കാണിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലേ, ഈ ചൈതന്യമായിട്ടുള്ള പരമാത്മ ലൈറ്റുണ്ട് നമ്മുടെ അവിനാശിയായിട്ടുള്ള, അതുപോലെ ആത്മീയ ലൈറ്റുണ്ട്, അതുപോലെ പ്രായോഗികമായ നമ്മുടെ സ്ഥിതിയുടെ ലൈറ്റുണ്ട്. ഇതിനൊക്കെ അതിശയങ്ങൾ ചെയ്ത് കാണിക്കാൻ സാധിക്കും എന്ന് പറയാം. ഓക്കെ, ഓം ശാന്തി. അപ്പോൾ എന്താ ഇന്ന് ചുരുക്കത്തിൽ പറഞ്ഞത്? നമ്മളുടെ ബലഹീനത എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹബോധമാണ് അല്ലേ. അതുകൊണ്ട് അന്യോന്യം പിണങ്ങുക, വഴക്കുണ്ടാക്കുക, അല്ലെ അവരുമായിട്ട് ചേർന്ന് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുക, അതൊക്കെ ബലഹീനതകളാണ്. ഇതൊക്കെ വിട്ടിട്ട് ബാബ എന്താണോ ആജ്ഞ തരുന്നത് അതനുസരിച്ച് അല്ലേ, ആജ്ഞകൾ കല്ലേ പിളർക്കുന്നതാണ് അല്ലേ. എവിടെ പോകാൻ പറയുന്നു അവിടെ പോവുക, സേവനം ചെയ്യുക അല്ലേ. അങ്ങനെ മിലിറ്ററി, ആത്മീയ മിലിറ്ററി ആയിട്ട് നമ്മൾ പെരുമാറുക. അതല്ലാതെ ഞാൻ ആ സെൻറ്ററിലിരിക്കുകയാണ്, ഞാൻ ഈ സെൻറ്ററിലിരിക്കുകയാണ്, അല്ല അവിടെ നിന്ന് പോകില്ല, അല്ല ഇവിടെ പോകില്ല, അല്ല അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല, ഇതൊക്കെ മാറ്റിവെക്കാനാണ് ഇന്ന് മുഖ്യമായിട്ട് ബാബ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? നമ്മുടെ സ്വഭാവത്തിൻ്റെ കാര്യം. നമ്മുടെ സ്വഭാവം വളരെയധികം മാധുര്യമുള്ളതായിട്ട് മാറണം അല്ലേ, ശാന്തമായിട്ട് മാറണം, അതീവ മാധുര്യമുള്ളതായിട്ട് മാറണം എന്നൊക്കെ. ചിലപ്പോൾ നമ്മളൊക്കെ നന്നാക്കാനായിട്ടായിരിക്കും, നമ്മളൊക്കെ കുറച്ചുകൂടെ മധുരമുള്ളതായിട്ട് മാറേണ്ടിയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മധുരമുള്ളതായിട്ട് മാറണമെന്നും അല്ലേ, അതീവ മാധുര്യമുള്ളതായിട്ട് മാറണം എന്നൊക്കെ ബാബ വീണ്ടും എടുത്തു പറഞ്ഞത്. എന്നിട്ട് ക്രോധിക്കാൻ പാടില്ല അല്ലേ, കണ്ണുകൾ വളരെയധികം സിവിലാകണം എന്നൊക്കെ പറഞ്ഞു. പിന്നെയും ബാബയുടെ ആജ്ഞകൾ അനുസരിക്കുന്ന കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞു. എന്നിട്ട് മുഴുവൻ ലോകത്തിനും നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കണമെന്നാണ് ബാബ പറയുക അല്ലേ. അതിനെന്ത് ചെയ്യണം? വിശാലമായ സേവനത്തിലേക്ക് നമ്മൾ പോകണം. നമ്മൾ ഈ ലിമിറ്റിൽ നിന്ന് കഴിഞ്ഞാൽ, ഹദ്ദിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശ്വലോക അധികാരിയായിട്ട് മാറാനായിട്ട് സാധിക്കില്ല. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം? പരിധിയില്ലാത്ത സേവനത്തിലേക്ക് നമ്മൾ പോകണം. ഓക്കെ എന്ന് പറഞ്ഞ് വെറുതെ ചുമ്മാ ഈ എങ്ങും തൊടാതെ കറങ്ങി കിടക്കുന്ന ആൾക്കാരാവും. അത് അങ്ങനെയും ചെയ്യരുത്. ചില ആൾക്കാർ അങ്ങനെയുണ്ട്, എങ്ങും നിൽക്കില്ല അല്ലേ, അവിടെ 2 ദിവസം നിൽക്കും, ഇവിടെ 2 ദിവസം നിൽക്കും. അങ്ങനെയാകാൻ പാടില്ല. ബാബ എങ്ങോട്ടാണോ നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത് അവിടെ പോയിട്ട് സേവനം ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ വരദാനം എന്തായിരുന്നു? ബാബയുടെ ഓർമ്മയിലൂടെ അസന്തോഷത്തിൻ്റെ പരിതസ്ഥിതിയിലും സാഹചര്യങ്ങളിലും സദാ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭൂതി ചെയ്യിപ്പിക്കുന്ന മഹാവീരരായിട്ട് ഭവിക്കട്ടെ. ഓക്കെ, ഓം ശാന്തി.